Good evening. Welcome. Good evening. Start ചെയ്യാൻ നോക്ക്. കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സോ നമുക്ക് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് of a statistical data. സോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയ്ക്ക് വരുന്ന ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ബേസിക്കലി നമുക്ക് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതിൽ 2 ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 4th ചാപ്റ്ററിൽ 14th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സെൻട്രൽ ടെൻഡൻസി. Central tendency, then dispersion, then skewness, last one kurtosis. സോ ഇതിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മേജറായിട്ട് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പെർഷനും എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 14 മാർക്സ് 15 മാർക്സ് വരെ നമുക്ക് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സോ അതിൽ നിന്ന് നമ്മുടെ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ കിട്ടും, ദെൻ പ്രോബ്ലംസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 14 മാർക്സ് 15 മാർക്സ് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇതിനകത്ത് സെൻട്രൽ ടെൻഡൻസി, ദെൻ ഡിസ്പെർഷൻ, ദെൻ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് ആണുള്ളത്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ ആണ്. ഫസ്റ്റ് എന്താ നോക്കാം. സോ 2 സെഷനായിട്ടാണ് നമ്മൾ വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഫസ്റ്റ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഡെഫിനിഷൻ ഓഫ് സെൻട്രൽ ടെൻഡൻസി നോക്കാം. എ മെഷർ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ or in the middle of the smallest and largest values of observation of the data is called the measure of central tendency. That means measure that lies between or in the middle of smallest and largest values of observation of the data is called measure of central tendency. Central tendency may be defined as the tendency of a given set of observation to cluster around a single central or middle value. So നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Central tendency may be defined as the tendency of a given set of observations to cluster around a single central or middle value.
central or middle value. Central or middle value. The single value that represent the given set of observation is described as a measure of central tendency or location or average. So that single value that represent the given set of observation is described as the measure of central tendency or location or average. But in every series we may expect presence of some extreme value. Sometimes നമുക്ക് ഇങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ മിഡിൽ വാല്യൂ കണ്ടെത്താം. ആ ഒരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് ആ ഒബ്സർവേഷനെ റെപ്രസെന്റ് ദ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ, ആ ഒബ്സർവേഷനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ആ മിഡിൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ടെൻഡൻസി. സോ നമ്മൾ ഏത് ഡേറ്റ അല്ലെങ്കിൽ ഏത് ഒബ്സർവേഷൻസ് എടുത്താലും സോ അതിനകത്തെല്ലാം നമുക്ക് ചില എക്സ്ട്രീംസ് വാല്യൂസിൻ്റെ പ്രസൻസ് ഉണ്ടാകാം. സോ അത് നമുക്ക് ഈ പറയുന്ന പോലെ ക്ലസ്റ്റർ അറൗണ്ട് മിഡിൽ വാല്യൂ എന്നതിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ ചാൻസ് ഉണ്ട്. This makes it possible to condense a vast mass of data by a single representative value. So വലിയൊരു ഡേറ്റ, വാസ്റ്റ് ഡേറ്റയെ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ വാല്യൂ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ടെൻഡൻസി. A company is recognized by its high average profit. High average profit and education institution is judged on the basis of average marks obtained by students and so on. അല്ലാണ്ട് നമുക്ക് സോ നമുക്ക് എപ്പോഴും കമ്പനി ആവറേജ് പ്രോഫിറ്റിന്, ദാറ്റ് മീൻസ് ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതും ഉള്ളതിന് അതിൻ്റെ മിഡിൽ ആവറേജ്, ദാറ്റ് മീൻസ് മിഡിൽ നിൽക്കുന്നതിന് വെച്ചിട്ടാണ്. അല്ലാണ്ട് ഒരു വർഷം എക്സ്ട്രീം ആയിട്ടുണ്ടായി അല്ലെങ്കിൽ ഒരു വർഷം തീരെ കുറവുണ്ടായി എന്ന് വെച്ചിട്ട് തീരെ കുറവാണെങ്കിൽ കമ്പനി മോശമാണെന്നോ ഒരു വർഷം കൂടുതലാണെന്നോ കമ്പനി നല്ല കമ്പനിയാണെന്നോ അല്ല നമ്മൾ ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിസിലാണ്? ആവറേജ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ഒരു കുട്ടിക്ക് 100 മാർക്സ് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ നമുക്ക് അതിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണ്? ആവറേജ് വാല്യൂ വെച്ചിട്ടാണ് ഒരു സെൻട്രൽ അല്ലെങ്കിൽ ആ സിംഗിൾ വാല്യൂ റെപ്രസെൻറ്റ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് മൊത്തത്തിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പെർഫോമൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് central tendency definition. Then different measures of central tendency. Next one, measures of central tendency. Measures of central tendency. Measures of central tendency. That means average. Average ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മെയിൻലി നമ്മൾ ബ്രോഡ്ലി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി രണ്ട് ആവറേജസ് ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ആവറേജ്. Then second one, positional average. So മാത്തമാറ്റിക്കൽ ആവറേജിലാണ് നമ്മൾ എന്ത് വരുന്നത്? മീൻ. മാത്തമാറ്റിക്കൽ ആവറേജിലാണ് മീൻ വരുന്നത്. പൊസിഷണൽ ആവറേജിലാണ്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്: മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, സോ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജിൻ്റെ ബേസിസിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ദാറ്റ് മീൻസ് ആവറേജ് മിഡിലായിട്ട് വരുന്ന ക്ലസ്റ്റർ അറൗണ്ട് എ സിംഗിൾ മിഡിൽ വാല്യൂ, അതിനാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഉണ്ടോ? ഇതിൻ്റെ ഓരോന്നും കണ്ടുപിടിക്കുന്ന ഫോർമുല പ്ലസ് അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മുടെ തിയറി ക്വസ്റ്റ്യനും പ്രോബ്ലവും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. സോ പൊസിഷണൽ ആവറേജിന് അണ്ടറിൽ നമുക്ക് എന്തൊക്കെ വരും? മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, സോ മീനിൽ തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് മീൻസ് നമ്മൾ സ്പെസിഫിക്കലി ഡിസ്കസ് ചെയ്യും. അരിത്മെറ്റിക് മീൻ. സോ നമ്മൾ AM എന്ന് ഡിനോട്ട് ചെയ്യും, അരിത്മെറ്റിക് മീൻ. ദെൻ ജോമെട്രിക് മീൻ. GM. Then third one, harmonic mean, HM. Arithmetic mean AM, then geometric mean GM and harmonic mean HM. So ഇത് മൂന്നുമാണ് നമ്മൾ മീനിൽ ഡിസ്കസ് ചെയ്യുന്നത്.
എന്താണ് മാത്തമാറ്റിക്കൽ ആവറേജ് ആയിട്ടുള്ളത് 3 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? മീൻ. സോ ദാറ്റ് മീൻസ് മീൻ മീൻസ് പക്ക ആവറേജ്, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. സോ അതിൽ പൊസിഷണൽ ആവറേജിൽ എന്തൊക്കെയാണ് വരുന്നത്? മീഡിയൻ ആൻഡ് മോഡ്. ക്ലിയർ ആണോ? Then criteria for an ideal measure of central tendency അല്ലെങ്കിൽ characteristic of measure, ഒരു ideal central tendency യുടെ characteristic, ideal measure of central tendency, it should be properly and unambiguously defined, clearly defined ആയിരിക്കണം. സോ എന്ത് പറയാം നമുക്ക്? clearly defined ആയിരിക്കണം, clearly defined, unambiguously defined ആയിരിക്കണം. It should be easy to comprehend, easy to understand. സോ മീൻ, മീഡിയൻ, മോഡ് എല്ലാം എന്താണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കമ്പ്യൂട്ട് ആണ്, സിമ്പിൾ ടു കമ്പ്യൂട്ട് ആണ്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു കമ്പ്യൂട്ട്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തായിരിക്കണം എന്ത്? ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒബ്സർവേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇറ്റ് വുഡ് ഹാവ് സർട്ടൻ ഡിസൈറബിൾ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. സോ നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇത് ചെയ്യുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ചൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ പ്രസൻസ് ഓഫ് എക്സ്ട്രീം ഒബ്സർവേഷൻ. നമുക്ക് എന്ത് പറയാം? സോ മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട് affected by extreme values. So but arithmetic mean എന്താണ്? എക്സ്ട്രീം വാല്യൂസിന്റെ പ്രസൻസ് കൊണ്ട് അഫക്റ്റ് ചെയ്യും. ബിക്കോസ് arithmetic mean മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. സോ മറ്റേത് മീനും മീഡിയനും എന്താണ്? പൊസിഷണൽ ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? എക്സ്ട്രീം വാല്യൂ. സോ ഏറ്റവും കുറവും ഏറ്റവും കൂടുതലും വന്നാലും നമ്മൾ മിഡിൽ എന്ന് പറയുന്ന മീഡിയൻ അല്ലെങ്കിൽ മോഡ് എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യില്ല. Then it should not be affected by sampling fluctuations. Sampling fluctuation എന്താണ്? അഫക്റ്റ് ചെയ്യരുത്. ദാറ്റ് മീൻസ് നമുക്കിവിടെ AM GM&HM not affected by sampling fluctuations. Okay. So ഇത്രയാണ് ഒരു ഐഡിയൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് ഐഡിയൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഐഡിയൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ ഫസ്റ്റ് പറയുകയാണ്. മാത്തമാറ്റിക്കൽ ആവറേജിൽ ഫസ്റ്റ് വൺ നമുക്ക് മീൻ ആണുള്ളത്, അല്ലെങ്കിൽ മീൻ. അതിനകത്ത് 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. അരിത്തമെറ്റിക് മീൻ, ദെൻ ജോമെട്രിക് മീൻ, ദെൻ ഹാർമോണിക് മീൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് മീൻ. സോ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല, ദെൻ അരിത്തമെറ്റിക് മീനിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയാണ് നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ, മോഡ്. ദെൻ ഇത് തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ബിക്കോസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സെൻട്രൽ ടെൻഡൻസി ആണോ ഡിസ്പെർഷൻ ആണോ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം, ദെൻ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യന് വേണ്ട ഏത് പ്രോപ്പർട്ടി ആണോ അത് അപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക. അതാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ തിയറി പ്ലസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് അരിത്തമെറ്റിക് മീൻ, AM. അരിത്തമെറ്റിക് മീൻ ഡിനോട്ടഡ് ബൈ AM, അല്ലെങ്കിൽ നമ്മൾ വേറെ എക്സ് ബാർ എന്ന് പറയാറുണ്ട്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. കുറച്ച് ഒബ്സർവേഷൻസ് തന്നിരിക്കുകയാണ്. അരിത്തമെറ്റിക് മീൻ ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് all observations divided by number of observations. That means പക്ക ആവറേജ്. കുറേ ഒബ്സർവേഷൻസ് തന്നിരിക്കുകയാണ്. ആ ഒബ്സർവേഷൻസിൻ്റെ എല്ലാം സമ്മിനെ ഒബ്സർവേഷൻസിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ. സോ ദസ് എക്സ് ഈ വേരിയബിൾ എക്സ് അസ്യൂംസ് n വാല്യൂസ് x1 x2 എക്സെട്ര xn ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ജനറൽ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ പറയാം? സം ഓഫ് observations, sum of observations divided by number of observations, number of observations. So ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ, sum of observations divided by number of
observations. Sum of observations divided by number of observations. So ഇവിടെ എക്സിന് ഇപ്പോൾ നമുക്ക് എക്സിന് വാല്യൂ x1 x2 എക്സെട്ര xn ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം am അല്ലെങ്കിൽ x bar. am implies x bar is equal to x1 plus x2 plus x3 plus etc plus xn. That means തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം sum divided by number of items എത്രയാണ് n ആണ്. That means ഇതെങ്ങനെ എടുക്കാം, ഇതിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, n items ആഡ് ചെയ്യുന്നതിനെ സിഗ്മ I equal 1 to n, I equal 1 to n xi divided by n. So ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, sum of observations divided by number of observations. Sum of observations divided by number of observations ആണ് in the arithmetic mean. Then shortcut method, that means ഈ തന്നിരിക്കുന്ന വാല്യൂസ് അത്രത്തോളം വലുതാണെങ്കിൽ നമ്മൾ എന്താണ് assumed mean വെച്ചിട്ട് ഒരു മെത്തേഡ് arithmetic mean നമ്മൾ ഷോർട്ട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. am equal to x bar equal to a plus sigma di divided by n. So ഇതിൽ di എന്ന് പറയുന്നത് xi minus a ആണ്. a എന്താണ് assumed mean ആണ്. നമ്മൾ ഏറ്റവും നടുക്കായിട്ട് ഒരു a ഏകദേശം നടുക്ക് വരുന്നത് assumed mean ആയിട്ട് എടുക്കും. അതെന്താണ് ഓരോന്നിൽ നിന്നും കുറച്ചിട്ട് കിട്ടുന്ന ആ ഡിഫറൻസിന്റെ സം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, a plus sigma di divided by n. സോ assumed mean തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് വെരി ലാർജ് വാല്യൂസ് ആണെങ്കിൽ എന്നിട്ട് ഒരു ഏകദേശം അടുത്തടുത്തുള്ള വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. അതിനാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനി അടുത്തത് ഉണ്ടോ, ഇപ്പോൾ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഇൻ ദ അരിത്തമെറ്റിക് മീൻ. ദെൻ ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ എക്സിന് 10 വാല്യൂസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, sigma xi divided by n will be the arithmetic mean. Then next one shortcut method പറഞ്ഞു, assumed mean method പറഞ്ഞു. Then ഇനി അടുത്തത് frequency distribution ആണ്. discrete frequency distribution ആണെങ്കിൽ so that means ഇവിടെ just x1 x2 x3 etc xn frequency corresponding frequency f1 f2 f3 എക്സെട്ര എഫ് എൻ ആണെന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ എ എം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമുല എന്താണ്, സിഗ്മ എക്സ് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ ഇൻറ്റു എക്സ് ഐ, സിഗ്മ എക്സ് ഐ എഫ് ഐ. സോ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ദെൻ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, x1 എന്ന് പറയുന്ന വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, f1 ടൈംസ്. അതിനല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. x2 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, f2 ടൈംസ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത് ടോട്ടൽ സം. സോ ടോട്ടൽ സം ഓഫ് ടോട്ടൽ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. സോ സിഗ്മ എഫ് ഐ ഇതാണ്, എഫ് ആണ് ഫ്രീക്വൻസി ആണ്, എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസീസിൻ്റെ സം ആണ് നമുക്ക് എന്ത് തരുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം, സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, വെർ ക്യാപിറ്റൽ എൻ ഡിനോട്ട് സിഗ്മ എഫ് ഐ. ദാറ്റ് മീൻസ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടൽ. then ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡ് എക്സിന് അനുസരിച്ചിട്ട്. സോ എക്സ് ബാർ അല്ലെങ്കിൽ എ എം ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ എൻ. സോ ഇവിടെ ഡി ഐ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എ ആണ്. എ ഒബ്വിയസ്ലി എന്താണ്, അസ്യൂംഡ് മീൻ ഉണ്ടോ. എ എക്സ് എന്നുള്ളത് വലിയ ക്വാണ്ടിറ്റി വരുന്ന സെനാരിയോയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ്. അസ്യൂംഡ് മീൻ ഒരു മിഡിൽ വാല്യൂ എടുത്തിട്ട് അതെല്ലാത്തിൽ നിന്നും കുറച്ചിട്ട് ഒരു ചെറിയ നമ്പർ, അതായത് ആ ഒരു എക്സ് ഐ മൈനസ് എ ഓരോ എക്സ് വാല്യൂവിൽ നിന്നും ആ അസ്യൂംഡ് മീൻ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കുന്നു. ഒബ്വിയസ്ലി എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി. then grouped frequency distribution. ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താ ക്ലാസ് ഇൻ്റർവെല്ലിൽ വരുന്ന സെനാരിയോയിലാണെങ്കിൽ ഇന്നത് മുതൽ ഇന്നത് വരെ
അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് FIയെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, ദാറ്റ് മീൻസ് ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇന്നത് മുതൽ ഇന്നത് വരെ എന്നുള്ളതിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ഒരു മിഡിൽ വാല്യൂ അല്ലെങ്കിൽ മിഡ് വാല്യൂ നമ്മൾ എടുക്കും. സോ അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, AM ഈക്വൽ ടു X ബാർ ഈക്വൽ ടു സിഗ്മ FI XI divided by sigma FI. That means sigma FI XI divided by capital N എന്ന് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് ഇവിടെ XI എന്തായിരിക്കും? നമുക്കിവിടെ ഒരു ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡേറ്റ ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ക്ലാസ് ഇൻ്റർവൽ ബേസ്ഡ് ആണ് വരുന്നത്. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡേറ്റ ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് XI എന്ത് പറയാം? മിഡ് വാല്യൂ ഓഫ് class. Mid value of class. Then ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് AM അല്ലെങ്കിൽ X ബാർ ഈക്വൽ ടു A പ്ലസ് സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI ഇൻറ്റു ക്ലാസ് ഇൻ്റർവൽ കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ DI എന്ന് പറയുന്നത് XI minus A divided by C. XI minus A divided by C. XI എന്തായിരിക്കും? മിഡ് വാല്യൂ ആയിരിക്കും. A assumed mean ആയിരിക്കും. C ക്ലാസ് ലെങ്ത്. C എന്തായിരിക്കും? ക്ലാസ് ലെങ്ത് ആയിരിക്കും. സോ C എന്താണ്? ക്ലാസ് ലെങ്ത് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ എന്നൊക്കെ പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ദെൻ സോ ഇത്രയാണ് നമ്മൾ നോർമൽ കുറേ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ സമ്മ ഡിവൈഡ് ബൈ നമ്പർ, ദെൻ ഫ്രീക്വൻസി കൂടെ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ, ക്ലാസ് ആയിട്ട് വന്നാൽ മിഡ് വാല്യൂ എടുക്കുക. അതിലെല്ലാം തന്നെ എന്താണ്? അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡും ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ഏതാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണം. സോ നോർമലി നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാമെങ്കിലും ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ബേസ്ഡ് ആണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കൂടുതലും വരാൻ ചാൻസ്. ദെൻ നോക്കാം. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീനിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് അസ്യൂംഡ് ബൈ എ വേരിയബിൾ ആർ കോൺസ്റ്റന്റ് സേ k, then the AM of AM is also k. That means എല്ലാ ഒബ്സർവേഷനും സെയിം നമ്പർ തന്നെ ആണെങ്കിൽ, സോ ദാറ്റ് മീൻസ് 6 അങ്ങനെ 5 ടൈംസ് ഇടുകയാണെങ്കിൽ നമുക്ക് നോക്കി അറിയാലോ AM ഫോമുല എന്താണ് ആക്ച്വലി വരുന്നത്? 6 എത്ര തവണ ആഡ് ചെയ്യണം? 5 ടൈംസ്. 6 plus then divided by number of, എത്രയാണ്? എത്ര തവണയാണ് 6 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? 1 2 3 4 5. 6 5 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 ഡിവൈഡഡ് ബൈ 5. എക്സാക്ട്ലി എന്ത് തന്നെ കിട്ടും? 6 തന്നെ കിട്ടും. സോ ദാറ്റ് മീൻസ് ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ആർ കോൺസ്റ്റൻസ്, എല്ലാ ഒബ്സർവേഷനും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീനും എന്ത് തന്നെ കിട്ടും? ദാറ്റ് കോൺസ്റ്റന്റ് ഇറ്റ് സെൽഫ്. Then algebraic sum of deviations of set of observations from their arithmetic mean is 0. So that means arithmetic meanil ninna ulla deviationന്റെ sum എന്തായിരിക്കും? Obviously 0 ആയിരിക്കും. All the algebraic deviations of set of observation from their arithmetic mean is 0. Arithmetic mean is 0. So that means നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ XI മൈനസ് എക്സ് ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആവറേജ് ആയിരിക്കും. എക്സ് ബാർ എക്സിൽ നിന്ന് കുറച്ചിട്ട് അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്സാക്ട്ലി മിഡിലായിരിക്കും കിട്ടുന്നത്. അങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ട് സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അതേപോലെ തന്നെ സിഗ്മ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കേസ് ആണെങ്കിൽ സിഗ്മ FI ഇൻറ്റു XI മൈനസ് എക്സ് ബാറും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. The next one, sum of squares of deviation is always minimum when deviations are taken. Sum of squares of deviation is always minimum when deviations are taken about arithmetic mean. So sum of squares of deviations. സോ ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഓൾവേസ് മിനിമം ആയിരിക്കും. എന്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ? അരിത്തമെറ്റിക് മീനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. ഡയറക്റ്റ് തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു നോട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ്.
ഓൾജിബ്രൈക് സമ്മ് എപ്പോഴും മിനിമം അരിത്തമെറ്റിക് 0 ആയിരിക്കും. അരിത്തമെറ്റിക് മീൻ എന്നാണ് നമ്മൾ ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ മിനിമം എന്തിൽ നിന്ന് എടുത്താലായിരിക്കും? അരിത്തമെറ്റിക് മീനിൽ നിന്ന് എടുത്താലായിരിക്കും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് arithmetic mean, that means measures of central tendency. First one ആയിട്ടുള്ള മീനിലെ arithmetic mean is affected due to change of origin and അല്ലെങ്കിൽ or scale, which implies that if the original variable x is to be changed to another variable by affecting change of origin, say a scale by b of x, that means y equal to, okay, so that means under നമുക്ക് ഏറ്റവും important property am is affected due to change of origin and അല്ലെങ്കിൽ or scale. That means ഏതെങ്കിലും ഒന്നാകാം, രണ്ടും വന്നാലും നമുക്ക് എന്താണ്? രണ്ടും അഫക്റ്റ് ചെയ്യും. So arithmetic mean is affected due to change of scale and change of origin. So that means if y equal to a plus bx എന്നാണ് വിചാരിക്കുക. y equal to a plus bx ആണെങ്കിൽ that implies arithmetic mean of y. That means നമുക്ക് ഇങ്ങനെ എഴുതാം, y bar is equal to എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? a plus b into x bar, a plus b into x bar എന്ന് എക്സ്പ്രസ് ചെയ്യാം. Because arithmetic mean is affected due to change of origin and scale. ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനും കഴിയുമ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് n നമ്പർ ഓഫ് ടൈംസ് ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, if there are two groups containing n1 and n2 observation and x1 and x2 are their respective arithmetic means, then combined mean. So നമുക്ക് two groups അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ n1 ഒബ്സർവേഷൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ n2 ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. n2 ഒബ്സർവേഷൻസ് ഫസ്റ്റ് ഈ n1 ഒബ്സർവേഷനുള്ള ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ am എന്ന് പറയുന്നത് x1 ബാർ, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ am എന്ന് പറയുന്നത് x2 ബാർ എന്ന് വിചാരിക്കാം. Then combined arithmetic mean x bar is equal to n1 x1 bar plus n2 x2 bar the whole divided by n1 plus n2 ആയിരിക്കും. n number of times ആണ് ഇതിൽ വെച്ചിട്ട് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. n number of time ആണ് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Then next one നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ്. Arithmetic mean of first n natural numbers, am of first n natural numbers. So that means natural numbers 1 2 3 4 5 6 etc. up to n ആണ്. So am എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ഫോർമുല എന്താണ്? സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലെങ്കിൽ നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്. സോ 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് n ആണ്. സോ നമുക്കറിയാം, നമ്മൾ ബിസിനസ് മാത്തമാറ്റിക്സിൽ സീക്വൻസ് ആൻഡ് സീരീസിൽ പഠിക്കുന്നതാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്തൊരു ഫോർമുല? n ഇൻറ്റു n + 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ദെൻ ഇൻറ്റു സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇത്. ദെൻ താഴെ എന്തുകൂടെ ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ഗെറ്റ് ക്യാൻസൽ, എന്ത് വരും? n + 1 ഡിവൈഡഡ് ബൈ 2, n + 1 divided by 2. അതാണ് ഷോർട്ട് കട്ട് ഫോർമുല. am of first n natural numbers will be n + 1 divided by 2. Then am of first n even natural numbers. So even natural numbers, am of first n even natural numbers. So that means sum of n first n even natural numbers n into n + 1 ആണ്. then divided by number of numbers n ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n + 1. then for any arithmetic progression am, the arithmetic progression ആണെങ്കിൽ
നമുക്ക് യൂസ് ചെയ്യാവുന്ന. സോ ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ആണ് AM ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്ത് വരും? ഫസ്റ്റ് n നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? n² ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് n എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? n. ഇത് നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒരു ഷോർട്ട് കട്ട് ഫോമുലയാണ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോമൺ ഡിഫറൻസ് ഉള്ള ടേംസ് ആണ് വരുന്നതെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വരുന്നതെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ AM എന്ത് വരും? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ AM ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ് വരുന്നതെങ്കിൽ സോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിലുള്ള സോ സം ഓഫ് ടേംസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ദെൻ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം ഓഫ് n ടേംസിൻ്റെ എന്താണ് വരുന്നത്? ഫസ്റ്റ് ടേം സം ഓഫ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ n എടുത്തു കഴിഞ്ഞാൽ n ഗെറ്റ് ക്യാൻസൽ ആകും. അങ്ങനെയാണ് നമുക്ക് ഏത് ഫോമുല കിട്ടുന്നത്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n ആണ്. n ഗെറ്റ് ക്യാൻസൽ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. Then for a frequency distribution, if both variables and frequencies are the first n natural numbers എന്നാണത്. ഫസ്റ്റ് n natural numbers. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോമുല AM ഈക്വൽ ടു എക്സ് ബാർ. ഇവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് 1 2 3 4 വരും. ഫ്രീക്വൻസി 1 2 3 4 വരും. നമ്മുടെ ഫോമുല എന്താണ്? എക്സ് ബാറിൻ്റെ സിഗ്മ XI FI ഡിവൈഡഡ് ബൈ സിഗ്മ FI. സോ സിഗ്മ XI FI എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 1 1 സ്ക്വയർ 2 സ്ക്വയർ. ദാറ്റ് മീൻസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ വരും. ന്യൂമറേറ്റർ ഫോമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ദെൻ സിഗ്മ FI എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അതെന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. n പ്ലസ് 1 കട്ട് ചെയ്യാം. മിച്ചം എന്തുണ്ട്? 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 കിട്ടും. സോ അങ്ങനെയാണ് നമ്മുടെ ആ ഷോർട്ട് കട്ട് ഫോമുല വരുന്നത്. സോ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. നെക്സ്റ്റ് വൺ AM ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. ഒരു ഒബ്സർവേഷനും ഒഴിവാക്കില്ല. സം ഓഫ് ഓൾ ടേംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ് അരിത്തമെറ്റിക് മീൻ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. സോ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോസിബിൾ ആണ് എന്ത്? AM. The frequencies of variable increases or decreases by the same proportion, then the value of AM will remain unaltered. The frequencies variable increases or decreases in the same proportion, then the value of AM will remain unaltered. The next one, it is the best measure of central tendency and most commonly used measure. So AM ആണ് the best measure of central tendency and most commonly used measure ആണ് the arithmetic mean. Only drawback of this measure is that it is highly affected by presence of extreme values in the distribution. നമ്മൾ ആവറേജ് ഇപ്പം 1 മുതൽ 100 വരെയുള്ള എടുത്തു. ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടി. ബട്ട് 100ന് ശേഷം നമുക്കൊരു 10 lakh കൂടെ ഉണ്ട്. ലാസ്റ്റ് 100 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ 10 lakh കൊണ്ടാണ് തീരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എക്സ്ട്രീം വാല്യൂ എഫക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ആവറേജ് എടുക്കുമ്പോഴത്തേക്കും ആക്ച്വൽ ഒരു മിഡിൽ വാല്യൂ ആയിരിക്കില്ല, സെനാരിയോ ആയിരിക്കില്ല കിട്ടുന്നതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ പ്രസൻസ് ഓഫ് എക്സ്ട്രീം വാല്യൂസ്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അരിത്തമെറ്റിക് മീൻ മീൻസ് സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ദെൻ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആണെങ്കിൽ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇതിന് അറിഞ്ഞിരിക്കേണ്ടത് അരിത്തമെറ്റിക് മീൻ ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് അല്ലെങ്കിൽ ഓർ സ്കെയിൽ. രണ്ടും അഫക്റ്റ് ചെയ്യും. എന്തിനെ? അരിത്തമെറ്റിക് മീനിനെ ചേഞ്ച് ചെയ്യും. അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മൾ അരിത്തമെറ്റിക് മീനിൽ അറിഞ്ഞിരിക്കേണ്ടത്.
ദെൻ നമ്മുടെ മീനിനകത്ത് അടുത്തത് geometric mean. For a given set of observation, geometric mean is defined as the nth root of product of the observations. So n observations ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പ്രോഡക്റ്റിൻ്റെ nth root. അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ sum divided by n. ജോമെട്രിക് മീനിലേക്ക് വരുമ്പോൾ എന്താണ് ജോമെട്രിക് മീൻ is equal to x terms ഉണ്ടെങ്കിൽ x1 into n terms ഉണ്ടെങ്കിൽ x1 into x2 into x3 etc. xn the whole raised to 1 by n. nth root that means എന്താണ് 1 by n. അല്ലെ നമ്മൾ ഇൻഡിസസിൽ പറയുന്നത് nth റൂട്ട് എന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം the whole raised to 1 divided by n. Then for a grouped frequency distribution, so x1 x2 x3 x4 എന്നിട്ട് xn വരെ വരുന്നു എന്ന് വിചാരിക്കാം. xn ഫ്രീക്വൻസി f1 f2 f3 f4 fn. ദെൻ ഇതിൻ്റെ ജോമെട്രിക് മീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും nth root of that means sigma fi ആണ് nth root of capital nth root of x1 raised to f1 into x2 raised to f2 into etc. xn raised to fn the whole raised to ഫ്രീക്വൻസീസിൻ്റെ ടോട്ടലിൻ്റെ അത്രാമത്തെ റൂട്ട് എടുക്കുക. ദെൻ പ്രോപ്പർട്ടീസ് logarithm of the GM of set of observation is the arithmetic mean of the logarithm of observations. So that means നോക്കുക GM equal to x1 into x2 into x3 etc. xn the whole raised to 1 by n അല്ലേ. സോ ലോഗ് എടുത്ത് നോക്കി log of GM equal to നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ സോ ഇവിടെ ഒരു കൂടി എഴുതാണ് log of x1 into x2 into etc. xn the whole raised to 1 by n. സോ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ log of GM നമുക്ക് എങ്ങനെ എഴുതാം 1 by n into log മൾട്ടിപ്ലിക്കേഷൻ എന്ത് വരും log x1 plus log x2 plus log x3 plus etc. plus log xn വരും. സോ ദാറ്റ് മീൻസ് ലോഗിൻ്റെ n ടേംസിൻ്റെ xn ലോഗിൻ്റെ സമ്മിൻ്റെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് n. ദാറ്റ് മീൻസ് logarithm of GM of a set of observation is the arithmetic mean of logarithm of observations. ഒബ്സർവേഷൻസിൻ്റെ ലോഗരിതത്തിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ്. സോ ദാറ്റ് മീൻസ് ലോഗ് GM ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 1 by n സിഗ്മ i ഈക്വൽ 1 to n ലോഗ് xi. ലോഗരിതത്തിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ് എന്ത് ലോഗരിതം ഓഫ് ഒബ്സർവേഷൻസിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ് എന്ത് ലോഗരിതം ഓഫ് GM of observations. Then next one, if all observations നമ്മൾ AML പറഞ്ഞതുപോലെ തന്നെ all observations are constants നമ്മൾ ജസ്റ്റ് എടുക്കുകയാണ് 2 3 4 5 that implies geometric mean എന്ത് കിട്ടും പ്രോഡക്റ്റ് ടേംസിൻ്റെ പ്രോഡക്റ്റ് 1 2 3 4 5 the whole raised to 1 by 5 എന്ത് കിട്ടും 2 raised to 5 the whole raised to 1 by 5 get cancelled 2. So that means എന്ത് കിട്ടും കോൺസ്റ്റൻറ്റിൻ്റെ ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീൻ പോലെ തന്നെ എന്തായിരിക്കും കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. ദെൻ ജോമെട്രിക് മീൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു വേരിയബിൾസ്. സോ ഓക്കെ ഇസഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് GM ഓഫ് ഇസഡ് എന്ത് കിട്ടും GM ഓഫ് എക്സിൻ്റെ ജോമെട്രിക് മീൻ ഇൻറ്റു GM of y, yയുടെ ജോമെട്രിക് മീൻ GM of x into GM of y. then അതേപോലെ എന്താണ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് z equal to x by y that implies GM of z equal to GM of x divided by GM of y. GM of x divided by GM of y. then നമ്മൾ അരിത്തമെറ്റിക് മീനിൽ പറഞ്ഞതുപോലെ തന്നെ capable of further algebraic treatment. It is not affected by sampling fluctuation. It is not affected by extreme values. GM is based on all observations. GM cannot be calculated if any variable assume value 0 or negative values. നമുക്ക് വന്നു കഴിഞ്ഞാൽ GM വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കില്ല. GM is particularly uses in case where we have to find out average rates or ratios of quantities which are changing and cumulative changing at a cumulative rate, changing at cumulative
changing at a cumulative rate. Okay, GM is the most difficult average to be calculated and understand because it involves knowledge of logarithms. So commonly use ചെയ്യുന്ന arithmetic mean ഏതാണ്? Measures of central tendency ഏതാണ്? Arithmetic mean ആണ്. നമ്മളത് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് തിയറി ആയിട്ട് എക്സാമിന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. Then next one, harmonic mean. For a given set of non-zero observations, harmonic mean is defined as a reciprocal of AM of reciprocals of observations. Reciprocal of AM of reciprocals of observations. So that means നമുക്ക് x1 x2 etc xn ആണ് ഒബ്സർവേഷൻ എങ്കിൽ HM എന്ത് വരും? ശ്രദ്ധിക്കണം, ഡെഫിനിഷൻ ശ്രദ്ധിക്കണം. റെസിപ്രോക്കൽ ഓഫ് AM ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഒബ്സർവേഷൻസ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? n ഡിവൈഡഡ് ബൈ സിഗ്മ 1 ഡിവൈഡഡ് ബൈ xi. സിഗ്മ 1 ഡിവൈഡഡ് ബൈ xi അതാണ് നമ്മുടെ അതിൻ്റെ റെസിപ്രോക്കൽ. ദാറ്റ് മീൻസ് n ഡിവൈഡഡ് ബൈ sigma 1 divided by xi will be the harmonic mean. Then grouped frequency ആണെങ്കിൽ HM എന്ത് വരും? HM equal to total n divided by sigma fi divided by xi. Sigma fi divided by xi. Then properties of harmonic mean. Properties of harmonic mean. നമുക്ക് all the observations taken by variable are constant. നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഒബ്സർവേഷനും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഹാർമോണിക് മീനും എന്ത് തന്നെ ആയിരിക്കും? കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. സോ ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് നോർമലി വരുന്ന ഒരു ഏരിയ ആണ്. There are two groups with n1 and n2 observation and h1 and h2 are the respective harmonic means. Then combined HM is equal to n1 plus n2 divided by n1 by h1 plus n1 by h1 plus n2 by h2. n2 by h2 ആയിരിക്കും combined harmonic mean. So cannot be calculated if any variable assumes value 0, as the inverse of 0 is undefined. It is based on all values. It is not affected by extreme values or sampling fluctuations. So AM GM HM. AMൽ നമ്മൾ പറഞ്ഞു, മീനിൽ AM GM HM. then നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിലേഷൻ ബിറ്റ്വീൻ AM GM and HM ആണ് അറിഞ്ഞിരിക്കേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ AM GM and HM നമ്മൾ എടുക്കുക. എല്ലാ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ, ഓൾ വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി APGPയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ഈക്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല APGPയിൽ. സോ ഇവിടെ നമുക്ക് എന്താണ്, എല്ലാ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ AM ഈക്വൽ ടു GM ഈക്വൽ ടു HM. ദാറ്റ് മീൻസ് കോൺസ്റ്റൻറ്റിൻ്റെ AMഉം GMഉം HMഉം എല്ലാം കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അതാണ് കോൺസ്റ്റൻറ്റ്. എല്ലാ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ, സോ വാല്യൂസ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AM ആയിരിക്കും ഗ്രേറ്റർ ദാൻ GM. GM എന്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും? HMനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. AM ഗ്രേറ്റർ ദാൻ GM ഗ്രേറ്റർ ദാൻ HM. ദെൻ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, AM ഇൻറ്റു HM ഇസ് ഈക്വൽ ടു GM സ്ക്വയർ. ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, മൂന്ന് പ്രോപ്പർട്ടി എന്ന് പറയാം. എല്ലാ വാല്യൂസും കോൺസ്റ്റന്റ് ആണെങ്കിൽ AMഉം GMഉം HMഉം ഈക്വൽ ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണെങ്കിൽ AM ഗ്രേറ്റർ ദാൻ GM ഗ്രേറ്റർ ദാൻ HM ആയിരിക്കും. ദെൻ AM ഇൻറ്റു HM ഈസ് ഈക്വൽ ടു GM സ്ക്വയർ. AM ഇൻറ്റു HM ഈസ് ഈക്വൽ ടു GM സ്ക്വയർ. സോ ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഫസ്റ്റ് മീൻ. സോ അതിൽ ഏറ്റവും കൂടുതൽ അരിത്തമെറ്റിക് മീനിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് AM ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ദെൻ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ. ഇതിൽ രണ്ടിൽ നിന്നാണ് നമുക്ക്. പിന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ്, പക്ക ആവറേജ്. ദെൻ അടുത്തത് രണ്ടാമത്തത്. സോ നമ്മൾ മാത്തമാറ്റിക്കൽ ആവറേജസ് ഡിസ്കസ് ചെയ്തു, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫോർമുല പ്ലസ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. ദ നെക്സ്റ്റ് വൺ മീഡിയൻ. സോ നമ്മൾ പൊസിഷണൽ ആവറേജിലേക്ക് വരുവാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ സെക്കൻഡ് വൺ പൊസിഷണൽ ആവറേജ്.
പൊസിഷണൽ ആവറേജിലേക്ക് വരികയാണ്. പൊസിഷണൽ ആവറേജ് മീൻ. മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. സോ മാത്തമാറ്റിക്കൽ ആവറേജ് നമ്മൾ മീൻ ഡിസ്കസ് ചെയ്തു. പൊസിഷണൽ ആവറേജ് ആണ് മീഡിയനും മോഡും. സോ മീഡിയൻ ഡിനോട്ടഡ് ബൈ ME. Median is a positional average, which means that value of the median is depends upon the position of a given set of observation for which median is wanted. So എന്താണ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മീഡിയൻ ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ മിഡിൽ മോസ്റ്റ് value when the observations are arranged in their ascending or descending order of magnitude. So that means തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിരിക്കും എന്ത് വരുന്നത്? മീഡിയൻ വരുന്നത്. മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിരിക്കും എന്ത്? മീഡിയൻ വരിക. ദെൻ മെത്തേഡ് ടു ഫൈൻഡ് ദ മീഡിയൻ ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡേറ്റ. സോ നോക്കുക, മീഡിയൻ ശ്രദ്ധിക്കുക, അൺഗ്രൂപ്പ്ഡ് ഡേറ്റ അറേഞ്ച് ദ ഒബ്സർവേഷൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്. ദെൻ ആദ്യം എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ആദ്യം അറേഞ്ച് ചെയ്യുക. ദെൻ മീഡിയൻ ഇഫ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ n ഈസ് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2. സോ 9 ഒബ്സർവേഷൻസ് ആണെങ്കിൽ n+1 എത്രയും 10 കിട്ടും. 10/2 5. ഫിഫ്ത്ത് ഒബ്സർവേഷൻ. സോ എങ്ങനെ ആയിരിക്കണം? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡർ, ദാറ്റ് മീൻസ് വലുതിൽ നിന്ന് ചെറുതിലേക്കോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അറേഞ്ച് ചെയ്തതിന് ശേഷം n+1/2 ഒബ്സർവേഷൻ. സോ ദാറ്റ് മീൻസ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എഴുതാണ് 5, 7, 9, 10, 15. നോക്കി എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5. 5 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 5 + 1/2 6/2 3. തേർഡ് ഒബ്സർവേഷൻ ഏതാണ്? സോ 9 ആയിരിക്കും ഇവിടെ എന്ത്? മീഡിയൻ. അൺഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ മീഡിയൻ വിൽ ബി അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് എക്സാക്ട്ലി മിഡിൽ വരുന്നതായിരിക്കും. ദെൻ വേറെ ഒരു കേസിൽ n ഈവൻ ആണെങ്കിൽ ഇഫ് n is even. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് മീന് AM GM&HM അതിൻ്റെ കോൺസെപ്റ്റ് തിയറി പ്ലസ് കോൺസെപ്റ്റ് പഠിക്കുക. അതേപോലെ മീഡിയന് ദെൻ അത് തമ്മിലുള്ള റിലേഷന്, പ്രോപ്പർട്ടീസ് മെയിൻലി പഠിക്കുക. ദെൻ പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ഏത് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചാലും തിയറി വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടൈം ലിമിറ്റിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇഫ് n ഈസ് ഈവൻ ദെൻ എങ്ങനെ കണ്ടുപിടിക്കാം? n/2 ഒബ്സർവേഷൻ, അതായത് എക്സാക്ട്ലി മിഡിൽ വരുന്ന ഒബ്സർവേഷൻ പ്ലസ് തൊട്ടടുത്ത് വരുന്ന n/2 + 1 ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. പക്ക ആവറേജ്. ദാറ്റ് മീൻസ് മിഡിൽ വരുന്ന ഒബ്സർവേഷൻ ഏതാണോ തൊട്ടടുത്ത് വരുന്ന ഒബ്സർവേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇഫ് n ഈവൻ ആണെങ്കിൽ ഒബ്സർവേഷൻസിൻ്റെ മീഡിയൻ കിട്ടും. സോ ഇവിടെ ജസ്റ്റ് ഒരു കേസ് എടുക്കാം. 5, 7, 9, 10, 15, 16. ഞാൻ അസെൻഡിങ് ഓർഡറിലാണ് ഈ ഒരു നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. ദെൻ നോക്കാം എത്ര ടേംസ് വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 ആൻഡ് n ഈവൻ ആണ്. n ഈസ് ഈവൻ. n ഈവൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? n ഈവൻ ആയതുകൊണ്ട് 6, ദാറ്റ് മീൻസ് 6/2 ടേം പ്ലസ് 6/2 plus 1th term divided by 2. So that means third term plus fourth term അല്ലെങ്കിൽ fourth observation divided by 2. Okay, 1, 2, 3. The third term 9 ആണ്, അടുത്ത term 10 ആണ്. 9 plus, so എന്ത് വരും? 9 plus 10 divided by 2. ആയിട്ട് നമുക്ക് 19/2, that means 9.5 ആയിരിക്കും എന്ത്? മീഡിയൻ ആയിട്ട് വരിക. 9.5. 19/2 18. ദെൻ 19/2 എത്ര കിട്ടും? 9 × 2 18 ആണ്. 0.51 കിട്ടും. അങ്ങനെ 9.5. ദെൻ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കാം. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ
ഫോർമുല ആണ്. ഫസ്റ്റ് പ്രിപ്പയർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ബിക്കോസ് നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വേണം എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഏത് പ്രിപ്പയർ ചെയ്യണം? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ദെൻ എന്ത് നോക്കാം? ഫൈൻഡ് ദ മീഡിയൻ ക്ലാസ്. ദാറ്റ് മീൻസ് ക്ലാസ് ഇൻ വിച്ച് n/2th ഒബ്സർവേഷൻ ലൈസ്. n/2th ഒബ്സർവേഷൻ ഏത് ക്ലാസ്സിലാണോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മീഡിയൻ ക്ലാസ്. ദെൻ മീഡിയൻ ഫോർമുല നോക്കാം. മീഡിയൻ്റെ ഫോർമുല L1 പ്ലസ് മീഡിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല L1 പ്ലസ് NU മൈനസ് NL ഡിവൈഡഡ് ബൈ n/2 ടോട്ടലാണ്. n/2 മൈനസ് NL divided by NU minus NL into C. So L1 is the lower class boundary of median class. That is the class containing median. N total number of capital N total number of frequency. Then NL type NL less than cumulative frequency corresponding to L1. That means pre-median class. Then NU എന്ന് പറഞ്ഞ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു L2 പോസ്റ്റ് മീഡിയൻ ക്ലാസ്. L2 being upper class boundary of the median class. C is equal to L1 minus L2. That means length of the median class. Then NU minus NL is the frequency of median class. NU minus NL എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ഫോർമുല കിട്ടുന്നത്? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ആണെങ്കിൽ median is equal to L1 plus n/2 into n/2 minus NL divided by NU minus NL into C. NU minus NL into C. Okay. Then properties of median. Median is affected by change of origin and scale. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി median is affected by change of origin and scale. So നമുക്ക് y equal to a പ്ലസ് bx ആണെങ്കിൽ y ഈക്വൽ ടു a പ്ലസ് bx ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മീഡിയൻ ഓഫ് y ഈക്വൽ ടു a പ്ലസ് b ഇൻറ്റു മീഡിയൻ ഓഫ് x എന്ന് എഴുതാൻ പറ്റും. സോ ബിക്കോസ് മീഡിയൻ ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. For a given set of observation, the absolute deviation, absolute means modulus of deviation, is minimum when the deviations are taken from the median. Direct theory question ആയിട്ട് n number of times ചോദിച്ചിട്ടുള്ളതാണ്. absolute deviations minimum ആവുന്ന എപ്പോഴാണ്? സിഗ്മ എക്സ് മൈനസ് എ ഈക്വൽ ടു മിനിമം ആയിരിക്കും. എപ്പോൾ? എ എന്താണെങ്കിൽ എ ഈസ് ഈക്വൽ ടു മീഡിയൻ ആണെങ്കിൽ absolute deviations is minimum when it is taken from the median. Absolute deviations എന്തായിരിക്കും? മിനിമം ആയിരിക്കും if it is taken from the median. So arithmetic mean നടക്കുന്നതെങ്കിൽ എന്താണ്? 0 ആയിരിക്കും. ഡീവിയേഷൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മിനിമം ആയിരിക്കും എന്ത്? അരിത്തമെറ്റിക് മീൻ എടുത്താണ്. അതെല്ലാം നമുക്ക് തിയറി ക്വസ്റ്റൻ ആയിട്ട് പലതവണ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്യേണ്ടത് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെഷർ ഫോർ open-end class frequency distribution. If all observations are constant, median is also constant. So exactly middle term എന്ത് തന്നെ വരും? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരും. ഓപ്പൺ-എൻഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് മെഷർ ഫോർ ഓപ്പൺ-എൻഡ് ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. ദെൻ മീഡിയനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണ് പാർട്ടീഷൻ വാല്യൂസ്, ക്വാർട്ടൈൽസ് ആൻഡ് ഫ്രാക്ടൈൽസ്. Partition value may be defined as the value dividing a set of observation into number of equal parts. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? number of observation into number of equal parts after arranging them in ascending order. Then when we want to divide the given set of observation into 2 equal parts, we consider median. So that means നമുക്ക് 2 equal parts ആയിട്ട് നമുക്ക് ഇത്രയാണ് ഒബ്സർവേഷൻ എന്ന് വിചാരിക്കുക. 2 equal parts 50% ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? എക്സാക്ട്ലി മിഡിൽ വരുന്ന എന്തായിരിക്കും? മീഡിയൻ.
ME ആയിരിക്കും മിഡിൽ വരുന്നത്. Similarly, quartiles are values dividing set of observations into 4 equal parts. ശ്രദ്ധിക്കുക, quartiles means divides. Quartiles divides the observations into 4 equal parts. So എത്രയായിട്ടാണ്? അപ്പോൾ 50% ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? മീഡിയൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ക്വാർട്ടൈൽസ് എന്ത് ചെയ്യുന്നു? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ഒബ്സർവേഷൻ എന്ന് വിചാരിക്കുക. 1 2 3. സോ ദാറ്റ് മീൻസ് 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ക്വാർട്ടൈൽസ് ഉണ്ടാവും? Q1 Q2 Q3 Q1 Q2 Q3. സോ ഇത് എത്രയായിരിക്കും? ഈക്വൽ പാർട്ട് ആകുമ്പോൾ ഇത് 25% ആയിരിക്കും, ഇത് 25 ആയിരിക്കും, ഇത് 25 ആയിരിക്കും, ഇത് 25 ആയിരിക്കും. സോ ദർ ആർ 3 ക്വാർട്ടൈൽസ്. ഇതൊക്കെയാണ് Q1 Q2 ആൻഡ് Q3. 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ക്വാർട്ടൈൽസ് ആണ്? 3 ക്വാർട്ടൈൽസ്. Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ ഓർ ലോവർ ക്വാർട്ടൈൽ ഡിനോട്ടഡ് ബൈ Q1. സെക്കൻഡ് ക്വാർട്ടൈൽ ഓർ മീഡിയൻ, ബിക്കോസ് ഉണ്ടോ ഇത്രയും വരെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50% കിട്ടും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മീഡിയൻ എന്ന് വിളിക്കാം. എക്സാക്ട്ലി മിഡിൽ. So second quartile or median to be denoted as Q2 and third quartile or upper quartile denoted by Q3. The quartile value, first quartile is the value for which 1/4 of the observations are less than or equal to Q1 and the remaining 3/4 observations are more than or equal to Q1. Okay. In similar manner, we may define Q2 and Q3. നോക്കുക, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വാർട്ടൈൽ മീൻസ് എന്താണ്? തന്നിരിക്കുന്ന ഒബ്സർവേഷനെ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ക്വാർട്ടൈൽസ് ഉണ്ടാകും? 3 ക്വാർട്ടൈൽസ് ഉണ്ടാകും. ഇത് ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ. സെക്കൻഡ് ക്വാർട്ടൈലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീഡിയൻ. ദെൻ അതേപോലെ ഡീസൈൽസ്. ഡീസൈൽസ് ആർ വാല്യൂസ്. Decils are values dividing given set of observations into divides. Given set of observations into 10 equal parts. 10 equal parts. എത്ര പാർട്സ് ആയിട്ടാണ്? 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്വാർട്ടൈൽസ് 4 ഈക്വൽ പാർട്സ് ആയിട്ടാണെങ്കിൽ ഡീസൈൽസ് എന്താണ്? 10 ഈക്വൽ പാർട്സ്. ദാറ്റ് മീൻസ് ദ 1 2 3 4 5 6 7 8 9. ഓക്കെ, സോ ഇതിൽ നമുക്ക് എത്ര കിട്ടും? 10. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കാം, ഇത് D1 D2 D3 D4 D5 D6 D7 D8 D9. സോ അങ്ങനെ 9 ഡീസൈൽസ് ആണ് ഉണ്ടാകുക. 10 ഈക്വൽ പാർട്ട്. ദാറ്റ് മീൻസ് ഓരോ പാർട്ടും എത്രയാണ്? 10% ഈച്ച് ആയിരിക്കും വരുന്നത്. ഈക്വൽ പാർട്സ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് 10 ഈക്വൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നും എത്രയാണ്? 10% അല്ലെങ്കിൽ 1/10 എന്നൊക്കെ പറയാം. സോ ദെൻ അടുത്തത് പെർസെൻറ്റൈൽസ്. പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 100 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പെർസെൻറ്റൈൽ മീൻസ് percentiles means divides the observations into 100 equal parts. So 100 equal parts ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? percentiles ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എത്രയായിരിക്കും? 99 percentiles ഉണ്ടാകും. ഇത് വരിക. ദെൻ P1 P2 അങ്ങനെ പോയിട്ട് എത്രയായിരിക്കും? P99 വരെ ഉണ്ടാകും. സോ അത്രയും പെർസെൻറ്റൈൽസ് ആണ് ഉണ്ടാകുക. ദെൻ നമ്മളൊരു സിമ്പിൾ സീരീസ് ആണെങ്കിൽ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ, സോ QI ദാറ്റ് മീൻസ് 1 ആകാം, 2 ആകാം, 3 ആകാം. തേർഡ് ക്വാർട്ടൈൽ, ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ I ഇൻറ്റു n+1/4 ടേം ആയിരിക്കും. സോ I എത്രയൊക്കെ ആകാം?
1 2 3 ആകാം. ദെൻ ഡി സൈലാണെങ്കിലോ ഡി ഐ ആണെങ്കിൽ ഐ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 10th ടേം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ഇവിടെ ഐ എത്ര വരെ ആകാം 1 2 എക്സെട്ര അപ് ടു 9. പേഴ്സൻറ്റൈലാണെങ്കിലോ പി ഐ is equal to I into n plus 1 divided by 100th term. So I എന്ന് പറഞ്ഞ ഇവിടെ 1 2 3 എക്സെട്ര അപ് ടു 99 വരെ വരാം. സോ ഇതേപോലെ ഫ്രീക്വൻസി വരുന്ന ഡിസ്ട്രിബ്യൂഷനും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫ്രീക്വൻസി ഉള്ള കേസിൽ നമുക്ക് ഇതേപോലെ ഫ്രീക്വൻസി ഡി ഐ വാല്യൂ കറസ്പോണ്ടിങ് ടു ഫ്രീക്വൻസി അല്ലെങ്കിൽ QI value corresponding to frequency I into n plus 1, n capital N plus 1 divided by 4. So our capital N ആണ് വരുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ അനുസരിച്ച് വരും, ഇത്രേ ഉള്ളൂ വ്യത്യാസം. നെക്സ്റ്റ് വൺ മോഡ്. മോഡ്. സോ ഇപ്പോൾ നമ്മൾ മീൻ ഡിസ്കസ് ചെയ്തു. മീനിൽ തന്നെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ദെൻ മീഡിയൻ ഡിസ്കസ് ചെയ്തു. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് മിഡിൽ മോസ്റ്റ്, ദെൻ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ ചെയ്തു. ദെൻ അതിനെ നമ്മൾ ക്വാർട്ടൈല്, ഡീസൈല്, പേഴ്സൻറ്റൈല് എന്ന് പറയുന്ന 3 കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അടുത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ലാസ്റ്റ് വൺ മോഡ്. ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ, മോഡ് ഡിഫൈൻഡ് ആസ് ദ വാല്യൂ ദാറ്റ് ഒക്കേഴ്സ് മാക്സിമം നമ്പർ ഓഫ് ടൈം. സോ ഒബ്സർവേഷനിൽ ഏറ്റവും കൂടുതൽ ടൈംസ് ഒക്കർ ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത് മോഡ്. ദസ് മോഡ് ഈസ് that value which has maximum concentration of observation around it. Maximum concentration of observation around it. The definition is mode also leaves scope for more than one modes. Number of modes in a distribution. Unimodal. A distribution is said to be unimodal if it has only one mode. One mode അല്ലെങ്കിൽ unimodal. Bimodal said to be bimodal if it has two models. Trimodal said to be 3 modes ഉണ്ടെങ്കിൽ ട്രൈമോഡൽ എന്ന് വിളിക്കും. മൾട്ടിമോഡൽ, എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് സെഡ് ടു ബി മൾട്ടിമോഡൽ ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ 3 modes. സോ എന്ത് വിളിക്കും? മൾട്ടി മോഡ്സ് മോഡൽ എന്ന് വിളിക്കും. എക്സാമ്പിൾ, ഇഫ് ദ ഒബ്സർവേഷൻസ് ആർ 3 4 3 8 7 4 and 6 then mod is equal to 4 as. നോക്കാം, തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ എക്സാമ്പിൾ പറയാണ് 4 2 തവണ, ബാക്കി ഒന്നും 2 തവണ ഒക്കർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്ത ഐറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡ്. ഏറ്റവും കൂടുതൽ തവണ ഒക്കരുത്. ഇഫ് മോഡ് is not always defined. In case of number of observation is repeated, no observation is repeated, then mode is not defined. Example, so 6 students marks okay 30 50 60 35 40 and 56. ഇതിൽ എന്താണ്? എല്ലാം ഒരു തവണ മാത്രമേ ഒക്കർ ചെയ്യുന്നുള്ളൂ. therefore നമുക്ക് എന്താണ്? മോഡ് മാർക്സ്, നോ മോഡൽ മാർക്സ്. മോഡ് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അവിടെ. then calculation of mode for grouped frequency distribution. So mode equal to L1 plus bracket F0 minus F minus 1 divided by 2 into F0 minus F minus 1 minus F1 into C. So L ആണ് lower class boundary of model class, F0 frequency of model class, F minus 1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് പ്രീ മോഡൽ ക്ലാസ്, മോഡൽ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെത്. ദെൻ F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് പോസ്റ്റ് മോഡൽ ക്ലാസ്, C is the class length of model class. then mean mode median ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണ്, റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. when it is difficult to compute mode from a grouped frequency distribution, we may consider the following relationship. So mean minus mod equal to 3 into mean minus median ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം 3 median, മോഡ് ഈസ് ഈക്വൽ ടു 3 median മൈനസ് 2 mean. ഇത് രണ്ടുമാണ്. അല്ല ഇതിലെ n നമ്പർ ഓഫ് ടൈംസ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ, അല്ലെങ്കിൽ മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ.
ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. AM GM മീനിനകത്ത് മാത്തമാറ്റിക്കൽ ആവറേജ് മീൻ ആണ്. അതിൽ AM GM HM നമ്മൾ ഡിസ്കസ് ചെയ്തു. AMലാണ് നമ്മുടെ മേജർ ഏരിയ. എന്താണ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയില്. ദെൻ മീനിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താണ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് എക്സാക്ട്ലി മിഡിൽ വാല്യൂ, അതും എന്താണ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് മോഡ്. ഓക്കെ, y ഈക്വൽ ടു affected due to change of origin and scale ആണ്. Mod is affected also by change of origin and scale. ഇവിടെ just നോക്കാം, y equal to a plus bx, then mod of y equal to എന്ത് പറയാം a plus b into mod of x. So that means mod also affected due to change of origin and scale. That means measures of central tendency ആയിട്ടുള്ള arithmetic mean, then mean and median എല്ലാം തന്നെ എന്താണ് affected due to change of origin and scale. It is used in fashionable items. It can be calculated graphically with the help of histogram. So mod calculated graphically with the help of histogram. So histogramമിൽ നമ്മൾ ഇങ്ങനെ വരച്ച് പോകുമ്പോഴത്തേക്കും ഏറ്റവും വരുന്ന ഈ ഒരു പോയിന്റ്, ദെൻ ഇത് ഈ ഒരു ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോഡ് എന്ന് വിളിക്കുന്നത്. പലതവണ n നമ്പർ ഓഫ് ടൈംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ആർ കോൺസ്റ്റന്റ് ദെൻ മോഡ് ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. ആ വാല്യൂ ആയിരിക്കും മാക്സിമം ടൈം റിപ്പീറ്റ് ചെയ്യുന്നത്, അതിനെന്തായിരിക്കും മോഡ് സെയിം ആയിരിക്കും, ആ വാല്യൂ തന്നെ ആയിരിക്കും. Then merits of mode. It is easy to understand and calculate, not affected by extreme values. It can be determined in open-end distribution without ascertaining class limits. It can also be used to describe qualitative phenomenon. Its value can be determined graphically. Then limitations of mode. In case of bimodal or multimodal series, mode cannot be determined. It is not applicable, not capable for further algebraic treatment. Further algebraic treatment in a capable അല്ല. It is not based on all items of the series. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണെന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല മോഡ്. It is not rigidly defined. Its value affected significantly by size of the class intervals. It is stable only when sample is large. So sample large ആകുമ്പോഴാണ് നമ്മൾ എന്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, മോഡ് യൂസ് ചെയ്യുന്നത്. മോഡിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് മോഡ് ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ദെൻ ഈ ഒരു റിലേഷൻ മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ, അല്ലെങ്കിൽ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. സോ ഇത്രയാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. സോ ഡിസ്പെർഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ്, ഡിസ്പെർഷൻ is the measure of scatterness of data. Dispersion is the measure of scatterness of data. Two distributions may be identical in respect of first important characteristic. That means രണ്ട് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ എന്താണ് മെഷർ സെൻട്രൽ ടെൻഡൻസി വെച്ചിട്ട് ഐഡൻറ്റിക്കൽ ആകാം, ബട്ട് യെറ്റ് ദേ മേ ബി ഡിഫർ ഓൺ അക്കൗണ്ട് ഓഫ് സ്കാറ്റർനെസ്. സോ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി രണ്ട് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ട് വരാം, ബട്ട് ആ ഒരു സ്കാറ്റർനെസ്, ആ ഒരു ഡീവിയേഷൻ വരുന്നതിൽ നമുക്ക് എന്താ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ സ്കാറ്റർനെസ്സിൽ രണ്ടിലും എന്ത് വരാം, ഡിഫർ ഓൺ അക്കൗണ്ട് ഓഫ് സ്കാറ്റർനെസ്. സോ ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറായിട്ട് നമ്മൾ എന്തുകൊണ്ടുവന്ന് ഡിസ്പെർഷൻ. സോ മെഷർ സെൻട്രൽ ടെൻഡൻസി എന്താകാം, സെൻട്രൽ ടെൻഡൻസിയുടെ കേസിൽ ഒരേപോലെ ആകാം ഡിസ്ട്രിബ്യൂഷൻ, ഐഡൻറ്റിക്കൽ ഇൻ റെസ്പെക്ട് ഓഫ് ഫസ്റ്റ് മെഷർ, ദാറ്റ് മീൻസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ബട്ട് എന്ത് സംഭവിക്കാം, ഓൺ അക്കൗണ്ട് ഓഫ് സ്കാറ്റർനെസ് അവിടെ എന്താണ് ഡിഫറൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഡിഫർ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വന്നിരിക്കുന്നത്,
മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കൂടാതെ ഡിസ്പെർഷൻ കൂടെ നമ്മൾ അസർട്ടൈൻ ചെയ്തിട്ട് നമുക്ക് രണ്ട് ഒബ്സർവേഷൻസിൻ്റെ അത് നമുക്ക് എന്ത് ചെയ്യാൻ കമ്പാരിസണിൽ നമുക്ക് എന്തുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ. Dispersion for a given set of observation may be defined as the amount of deviation, okay, as the amount of deviation of the observation usually from an appropriate measure of central tendency, usually mean അല്ലെങ്കിൽ median. So that means നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? amount of deviation of the observations, amount of deviations of the observations from the appropriate measure of central tendency. So that means ഇതിൽ തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് മെഷർ ആയിട്ട് എന്താണ് എടുക്കുന്നത്? മീന് അല്ലെങ്കിൽ മീൻ ഓർ മീഡിയൻ ആണ്. നമ്മൾ ജനറലി നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? മോഡ് യൂസ് ചെയ്യാറില്ല. സോ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മീനിൽ നിന്നോ മോഡിൽ നിന്നോ ഉള്ള എമൗണ്ട് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പെർഷൻ. സോ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് ഒബ്സർവേഷനിൽ വരുന്ന ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഷർ ഓഫ് ഡിസ്പെർഷൻ. Such statistical technique are called measure of dispersion or variation. So മറ്റേനെ നമ്മൾ ആവറേജ് എന്ന് വിളിച്ചപ്പോൾ ഇതിനെ എന്ത് വിളിച്ചു? മെഷർ ഓഫ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ വേരിയേഷൻ. They are also called the average of second order, called as average of second order or average of scatterness. Average of second order or average of scatterness എന്നാണത് spelling. Then മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മാത്തമാറ്റിക്കൽ ആവറേജ്, പൊസിഷണൽ ആവറേജ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഓൾസോ നമുക്ക് രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. So dispersion എന്ന് പറഞ്ഞാൽ തന്നെ deviation from central tendency, deviation from appropriate measure of appropriate measure of central tendency. So deviation from appropriate measure of central tendency. നമുക്കിത് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതൊക്കെയാണ് absolute measure of deviation, then second one relative measure of deviation, absolute measure of deviation അല്ലെങ്കിൽ dispersion, absolute measure, then relative measure. So absolute measureന്റെ അണ്ടറിൽ വരുന്നത് absolute measuresന്റെ അണ്ടറിൽ വരുന്നത് range, then mean deviation, then standard deviation, then quartile deviation, then relative measure അണ്ടറിൽ വരുന്നത് coefficient of range, coefficient അകത്ത് വരും coefficient of a range, then ഇതേപോലെ തന്നെ coefficient of mean deviation, then coefficient of variation, then next one coefficient of
quartile deviation. നമുക്ക് എന്ത് ചെയ്യാം? QD quartile deviation. നമ്മൾ absolute measure, range, mean deviation, then standard deviation, then quartile deviation. അതേപോലെ റിലേറ്റീവ് മെഷർ ഏതൊക്കെ വരും? coefficient of range, coefficient of mean deviation, then coefficient of variation, then coefficient of quartile deviation. Coefficient of quartile deviation. The next one, characteristic of an ideal measure of dispersion. An ideal measure of dispersion should be, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാം. പ്രോപ്പർലി ഡിഫൈൻഡ് ആയിരിക്കണം, easy to comprehend, simple to compute, based on all observations, unaffected by sampling fluctuation, and amenable to some desirable mathematical operations perform ചെയ്യാനും പറ്റണം. സോ ഇത്രയാണ് ഒരു ഐഡിയൽ മെഷർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ. ദെൻ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് മെഷർ ആൻഡ് റിലേറ്റീവ് മെഷർ. Absolute measure of dispersion is expressed in the same statistical unit in which the original data is given. That means ഇതെന്താണ്? യൂണിറ്റ് ഉള്ള ഒരു മെഷറാണ് absolute deviation. Absolute measure of dispersion, that means ഏത് യൂണിറ്റ് ആണ്? സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, ഏതാണോ ഡേറ്റ വരുന്നത് അതേ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് വിച്ച് ദ ഒറിജിനൽ ഡേറ്റ ആർ ഗിവൺ. Absolute measure are suitable for comparing variability in two or more distributions having variables expressed in the same statistical units. So absolute measure നമുക്ക് കമ്പാരിസൺ യൂസ് ചെയ്യാം, സ്യൂട്ടബിൾ ആണ്. എപ്പോൾ മാത്രമാണ്? സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സിലാണ് എന്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻസ് ഹാവിങ് വേരിയബിൾസ് എക്സ്പ്രസ് ചെയ്യുന്നത്, രണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിൾസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് സെയിം സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സിലാണെങ്കിൽ. Then absolute measure is useful when two or more distributions are same size on an average. Distributions are of same size on an average. Absolute measure do not help much in comparing, understanding the fact. Do not help in much in comparing. That means different ആണെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് കൂടുതൽ യൂസ് ചെയ്യില്ല. Then relative measure നോക്കാം. Relative measure of dispersion is expressed as the ratio of measure of absolute dispersion to an appropriate average. Relative measure of dispersion. So relative measure of dispersion is expressed as a ratio of measure of absolute dispersion to appropriate average. So relative measure is suitable for comparing the variability in two or more distribution having variables expressed either in same statistical or different statistical unit. No, so different ആണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? So that means comparison യൂസ് ചെയ്യുന്നത് എന്താണ്? റിലേറ്റീവ് മെഷർ ആണ്, ബിക്കോസ് അതൊരു റേഷ്യോ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റേഷ്യോ ഓഫ് മെഷർ ഓഫ് അബ്സല്യൂട്ട് ഡിസ്പെർഷൻ ടു ആൻ അപ്രോപ്രിയേറ്റ് ആവറേജ്. Relative measure is useful not only when two or more distributions are of similar size on average, but also when two or more distributions are different size ആണെങ്കിലും എന്തിന് യൂസ് ചെയ്യാം? റിലേറ്റീവ് മെഷേഴ്സ് കമ്പാരിസണ് യൂസ് ചെയ്യാം. Relative measure help in comparing and understanding the fact in a comprehensive manner. That means കമ്പാരിസണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ്? റിലേറ്റീവ് മെഷറാണ്. Then next ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാണ്. റേഞ്ച്. ആ വേർഡിൽ തന്നെ ഉണ്ട് റേഞ്ച്. റേഞ്ച് മീൻസ് എന്താണ്? ഏറ്റവും ചെറുത് ഏറ്റവും വലുതും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഞ്ച്. സോ റേഞ്ച് ഫോർ എ ഗിവൺ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. Range. Range is defined as the difference between largest and the smallest observation. The largest observation minus smallest observation. Then the range ഇതാണെങ്കിൽ coefficient of range. So the relative measure coefficient of range relative measure is equal to എന്ത് വരും? L minus S divided by
L plus S into 100. So range നമുക്ക് എങ്ങനെ എഴുതാം? L minus S. Coefficient of range എങ്ങനെ എഴുതാം? L minus S divided by L plus S into 100. Coefficient of range. For a grouped frequency distribution, range is defined as the difference between two extreme class boundaries. So that means range എങ്ങനെ എഴുതാം? Upper class boundary of last class. Upper class boundary of last class minus lower class boundary of first class. So coefficient of range ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Upper class boundary of last class minus lower class boundary of first class divided by upper class boundary plus lower class boundary into 100. Okay. Coefficient of range. Then next one, properties of range. ശ്രദ്ധിക്കുക, range is unaffected due to change of origin but affected in the same ratio due to change in scale for any two constants A and B. Okay. If all observations are constant, then നമുക്ക് എന്താ പറയാം? Range 0 ആയിരിക്കും. It cannot be negative. Frequencies are not considered at all for computing range and its coefficient. The frequencies consider ചെയ്യുന്നേ ഇല്ല എന്തില്? Range അല്ലെങ്കിൽ അതിൻ്റെ coefficient. It is widely used in industrial quality control ആണിത് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, range is നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രോപ്പർട്ടിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലേക്ക് വന്നു. ഫസ്റ്റ് അതിൽ ആബ്സല്യൂട്ട് മെഷറിൽ ഫസ്റ്റ് അല്ലെങ്കിൽ റേഞ്ച് എന്താണ്? അൺഅഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ. അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് origin but affected due to change of scale in the same direction. Same ratio due to change of scale. That means if y equal to a plus or minus bx ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? range of y equal to unaffected due to change of origin. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. മറ്റേന്ത് വരും? modulus of b into range of x. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. unaffected due to change of origin but affected in the same ratio due to change of scale. Then merits of range. It is easy to understand, easy to calculate, does not require special knowledge. Limitations of range. It does not take into consideration all items of the distribution. So ഫസ്റ്റും ലാസ്റ്റും മാത്രമാണ് എടുക്കുന്നത്. It is affected by extreme values. Extreme values change വന്നു കഴിഞ്ഞാൽ റേഞ്ചും ഡിഫറെൻ്റ് ആകും. Then it is not possible to find out the range in open-end frequency distribution. Open-end frequency distribution range പറ്റില്ല. It is not suitable for further mathematical treatment. Then it is not indicate the direction of the variability. ഇതാണ് റേഞ്ചിൻ്റെ limitations in the use of range. Range is used to industrial for statistical quality control. Then range is useful studying variation in the price of stocks. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാം. Then the legal metrology department uses range for weather forecast. So ഇത് മൂന്നാണ് റേഞ്ചിൻ്റെ യൂസ് വരുന്നത്. The next one, range. അത് കഴിഞ്ഞാൽ എന്താണ്? mean deviation, then standard deviation, then അതിൻ്റെ അടുത്തായിരുന്നു quartile deviation. Then next one, mean deviation. Since the range is based only on two observations, range ഫസ്റ്റും ലാസ്റ്റും മാത്രമാണ്. അല്ലെങ്കിൽ ക്ലാസ് ആണെങ്കിൽ പോലും അപ്പർ ക്ലാസ് ബൗണ്ടറി ഓഫ് ദ ലാസ്റ്റ് ക്ലാസ്, ലോവർ ക്ലാസ് ബൗണ്ടറി ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ്ട്രീം അല്ലെങ്കിൽ
രണ്ട് ഒബ്സർവേഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഞ്ച് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിലേക്ക് വന്നു. സിൻസ് ദ റേഞ്ച് ഈസ് ബേസ്ഡ് ഓൺ ഓൺലി 2 ഒബ്സർവേഷൻസ്, 2 ഒബ്സർവേഷൻ മാത്രമാണ് റേഞ്ച് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് regarded as an ideal measure of dispersion, not regarded as an ideal measure of dispersion. A better measure of dispersion is obtained by mean deviation, which is based on all observations. For a given set of observation, mean deviation is defined as the arithmetic mean of absolute deviations of the observation from an appropriate measure of central tendency. Appropriate measure of central tendency. So for a individual observation, n observations, the mean deviation of x on an average A is given by, so x1, x2, x3, etc., xn. So mean deviation equal to sigma, the sum of absolute deviation I equal 1 to n sigma xi minus x bar divided by n, the arithmetic mean of, then the mean deviation of x averages A is denoted by, so frequency distribution വരുവാണെങ്കിൽ എഴുതാം mean deviation equal to sigma f into modulus of xi minus x bar divided by sigma f. Okay. So ഇത് മീഡിയൻ എന്നുള്ളതാണെങ്കിൽ ഇനി അടുത്തത് എക്സ് ബാർ ഇവിടെ മീൻ ആണ്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, then mean deviation about median ആണെങ്കിൽ mean deviation about mean, median ആണെങ്കിൽ സിഗ്മ ഇത് വരും xi മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ n. അതേപോലെ മീൻ ഡീവിയേഷൻ ഫ്രീക്വൻസി ആണെങ്കിൽ fi xi മൈനസ് മീഡിയൻ, m is the median, median. The mean deviation about mean ആണ് xi minus x bar, modulus of xi minus x bar by n. Mean deviation about median ആണെങ്കിൽ xi minus m divided by sigma xi minus m divided by n വരും. Then next one, relative measure of mean deviation, that means coefficient of mean deviation, coefficient of mean deviation is equal to mean deviation of A divided by A into 100. So the A എന്നുള്ളത് എന്താണ്, അരിത്തമെറ്റിക് മീൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ ഏതാണോ മെഷർ എടുക്കുന്നത് ഡിവൈഡഡ് ബൈ മീഡിയൻ ഇൻറ്റു 100. സോ നമ്മൾ ഡീവിയേഷൻ എടുക്കുന്ന അരിത്തമെറ്റിക് മീനിലാണെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് അരിത്തമെറ്റിക് മീൻ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു 100 ആണ് എന്ത് വരുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ. സോ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് എടുക്കുന്നതെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ ഡിവൈഡഡ് ബൈ മീഡിയൻ ഇൻറ്റു 100 വരും. Then properties of mean deviation. ശ്രദ്ധിക്കുക, mean deviation does not possess mathematical properties. If all observations assumed by a variable are constant, then mean deviation 0 ആയിരിക്കും. Mean deviation takes its minimum value when deviations are taken from the median. Already പറഞ്ഞിട്ടുണ്ട്, mean deviation median നിന്നാണ് എടുക്കുന്നതെങ്കിൽ minimum value ആയിരിക്കും. In other words, the sum of absolute deviations from median is minimum. Mean deviation എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, absolute value deviations ആണ് നമ്മൾ എടുക്കുന്നത്. Then mean deviation is remain unchanged due to change of origin but changes in the same ratio due to change of scale. So that means നമുക്ക് എന്താ y equal to a plus bx ആണെങ്കിൽ mean deviation of y നമുക്ക് എങ്ങനെ എഴുതാം, modulus of plus or minus ആണെങ്കിൽ modulus of b into mean deviation of x. Mean deviation of x. Okay, then so ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്
മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓൾദോ മീൻ ഡീവിയേഷൻ ഈസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദ റേഞ്ച് so far as measure of dispersion is concerned, mean deviation is difficult to compute, and furthermore it cannot be treated mathematically. The best measure of dispersion is usually standard deviation for a given set of observation. So best measure of dispersion observations is defined as the root mean square deviation when the deviations are taken from arithmetic mean of observation. So root mean square, so observation for a standard deviation for a given set of observation is defined as the root mean square deviation when deviations are taken from the arithmetic mean of observations. So grouped ungrouped ആയിട്ട് നമുക്ക് രണ്ടായിട്ട് എഴുതാം. അൺഗ്രൂപ്ഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സിഗ്മ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. റൂട്ട് മീൻ സ്ക്വയർ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. നമുക്ക് വേറെ ഒരു ഫോർമുല കൂടി, സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ അല്ലെങ്കിൽ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ xi square minus x bar square xi square divided by n minus x bar square. So variance എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ്. സോ സ്ക്വയർ ചെയ്യുക മീൻസ് റൂട്ട് അങ്ങ് ഒഴിവാകും. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. സോ ഇത് തന്നെ ഒരു ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ f അല്ലെങ്കിൽ 5 ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ square divided by sigma fi. So that means root of sigma fi xi square divided by n minus x bar square. അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുല ആയിട്ട് എങ്ങനെ എഴുതാം, സിഗ്മ മറ്റേ ഷോർട്ട്കട്ട് മെത്തേഡ് ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഐ ഡി ഐ സ്ക്വയർ ഇൻറ്റു റൂട്ടിന് പുറത്ത് സി. അതെല്ലാം നമുക്ക് സംടൈംസ് നമുക്ക് ഡേറ്റ തന്നാൽ വേണ്ടി വരുന്ന ഫോർമുലയാണ്. ബട്ട് നമുക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ടൈം ലിമിറ്റിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Then properties of standard deviation. If all the observations are constant by variable, then standard deviation എന്തായിരിക്കും, deviation ഇല്ല, 0 ആയിരിക്കും. This means that if all the values of taken by a variable x, then k s is equal to 0 ആയിരിക്കും. Standard deviation remains unaffected due to change of origin, but affected in the same ratio due to change of scale or change of scale. That means y equal to a plus or minus b x ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് b ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. എന്തിൽ അഫക്റ്റ് ചെയ്യുന്നില്ല, നോട്ട് അഫക്റ്റ്, അൺഅഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ, അൺഅഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ. Then okay, combined standard deviation. If there are two groups n1 n2, observation x1 bar x2 bar am s1 s1 തന്നിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് ശ്രദ്ധിക്കുക, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു സിംഗിൾ ഫോർമുലയാണ്, റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. So ഇവിടെ d1 equal to x1 bar minus x bar, d2 is equal to x2 bar minus x bar. So x bar നമുക്കറിയാലോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, n1 x1 bar പ്ലസ് n2 x2 bar ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. കമ്പൈൻഡ് അരിത്തമെറ്റിക് മീൻ ആണ് എടുക്കുന്നത്. Then standard deviation cannot be a negative. The coefficient of variation considered to be the most appropriate method for the purpose of comparing variability of two or more distribution. Then coefficient of
variation, coefficient of variation equal to standard deviation divided by mean into 100. So that means sigma divided by x bar into 100 ആണ് in the coefficient of variation. Then limitations of standard deviation. It is difficult to compute as compared to other measure. It is very much affected by extreme values. The process of squaring deviations under gives undue importance to large deviations from arithmetic mean, which is obtained only from extreme items, and it gives less importance to items which are near to the mean. The standard deviation cannot be computed for a distribution with open-end classes. Okay. So ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. Then next one, quartile deviation. So quartile deviation QD is equal to Q3. Already നമ്മൾ quartiles പഠിച്ചു. Third quartile minus first quartile divided by 2 ആണ് the quartile deviation. Then coefficient of quartile deviation is equal to quartile deviation divided by median into 100. So നോക്കാം, quartile deviation divided by median into 100. Quartile deviation തന്നെ എന്താണ്? Q3 minus Q1 divided by 2 ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Q2 ആണ് into 100. So that means നമുക്ക് എങ്ങനെ എഴുതാം? Q3 minus Q1 divided by 2 divided by Q2 എന്ന് പറയുന്നത് എന്താണ്? Q3 plus Q1 divided by 2 അല്ലേ? So that means നമുക്ക് എങ്ങനെയും എഴുതാം, quartile deviation ഫോർമുല എന്താണ്? Q3 minus Q1 divided by Q3 plus Q1 into 100. So coefficient of quartile deviation നമ്മൾ നേരെ quartile deviation ഫോർമുല, coefficient of quartile deviation നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് quartile deviation divided by median into 100 ആണ് വരുന്നത്. സോ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ, അതായത് Q3 plus Q1 divided by 2ഉം നമുക്ക് എന്ത് തന്നെ കിട്ടും? മീഡിയൻ കിട്ടും. Therefore നമുക്ക് എങ്ങനെയും ഫോർമുല എഴുതാൻ, സംടൈംസ് Q1ഉം Q3 ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് coefficient of quartile deviation എങ്ങനെ കണ്ടുപിടിക്കാം? Q3 minus Q1 divided by Q3 plus Q1 into 100. Then properties of quartile deviation. So ഇത്രയാണ്. Quartile deviation is provided best measure of dispersion for open-end classification. Best measure ആണ് open-end classification. Quartile deviation does not take into account of first 25% and last 25% of the observation. It is also less affected due to sampling fluctuations. Then like other measure of dispersion, quartile deviation remains unaffected. So unaffected due to change of origin, but affected in the same ratio due to change in scale. നമ്മൾ എന്തിൽ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ പറഞ്ഞ പോലെ y ഈക്വൽ ടു a പ്ലസ് ഓർ മൈനസ് ബി എക്സ് ആണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് y നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് b ഇൻറ്റു ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് x, ബിക്കോസ് unaffected due to change of origin but affected in the same direction due to change of origin. ഇത്രയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിലെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടോ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കണം, ഫുള്ള് തിയറി പ്ലസ് അതിൻ്റെ എന്താണ് തിയറി അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്ത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണോ ഡിസ്പെർഷൻ ആണോ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം, അപ്ലൈ ദാറ്റ് പ്രോപ്പർട്ടി, ദെൻ ആൻസർ ആ ഒരു ഫോർമാറ്റിലേക്ക് വരിക. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻസ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീഡിയൻ നോക്കാം. ദ മീഡിയൻ ഓഫ് x by 2, x by 3, x by 5 and 10. Find the value, find x. The median തന്നിരിക്കുന്ന 1, 2, 3, 4. സോ 4 ടേമിൻ്റെ മീഡിയൻ തന്നിരിക്കുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ആണോ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. തന്നിരിക്കുന്ന ഒബ്സർവേഷൻ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഏത് മീഡിയൻ ചോദിച്ചാലും ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, അങ്ങനെ ഏത് വന്നാലും നമുക്ക് എക്സാക്ട്ലി ഉടനടി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ ഉടനെ ഏതാണ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. മീഡിയൻ മീൻസ് എന്താണ്? ഒബ്സർവേഷൻ്റെ തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് മിഡിൽ മോസ്റ്റ് ഇട്ടാം. സോ നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ 5, എക്സ് ബൈ 3, എക്സ് ബൈ 2, ദെൻ എക്സ്. ഓക്കെ, എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4 ടേംസ്. ദാറ്റ് മീൻസ് n ഈവൻ ആണെങ്കിൽ മീഡിയൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ n+2, n+1 ഡിവൈഡ് ബൈ 2th ടേം. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വരും? മീഡിയൻ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n+1 ഡിവൈഡഡ് ബൈ 2th ടേം. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ്? ഒന്നിൽ ഇത് അല്ലെങ്കിൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം, അതിൻ്റെ ആവറേജ് അങ്ങനെയും എടുക്കാം. സോ ദാറ്റ് മീൻസ് ഓക്കെ, എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2th. സോ ദാറ്റ് മീൻസ് 2.5th ടേം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ തേർഡ് ടേം ഡിവൈഡ് ബൈ അല്ലെങ്കിൽ 2.5th ടേം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അതായത് സെക്കൻഡ് ടേം ഇത് വരും എക്സ് ബൈ 3 പ്ലസ് 0.5 അല്ലേ, 2.5th ഇത് നമുക്ക് എക്സാക്ട്ലി മിഡിൽ 3x മൈനസ് 2x. ദാറ്റ് മീൻസ് എക്സ് ബൈ 2 മൈനസ് ഇത് വരും എക്സ് ബൈ 2 മൈനസ് എക്സ് ബൈ 3 ഈക്വൽ ടു എത്രയാണ്? 10 ആണെന്നാണ് പറയുന്നത്. എക്സ് ബൈ 3 പ്ലസ് 0.50 LCM എടുക്കുമ്പോൾ 3x മൈനസ് 2x ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 10. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ബൈ 3 പ്ലസ് ഇത് വരും 0.5x ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 10. നേരെ ചെയ്യാം. 2x പ്ലസ് 0.5x ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 10. നേരെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. 2.5x ഈക്വൽ ടു 60. therefore x is equal to 60 divided by 2.5. നമുക്ക് എത്ര കിട്ടും? 60 divided by 2.5 ready 24. so answer 24. ഇവിടെ ചെയ്തിരിക്കുന്നത് n+1 divided by 2th term. that means 2.5 എന്ന് കിട്ടി. 2.5 ഇതല്ലെങ്കിൽ സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്താലും 5x ഡിവൈഡഡ് ബൈ 6 ബൈ 212 ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 24 തന്നെ കിട്ടും ആ ഒരു മെത്തേഡിലും. ദെൻ നെക്സ്റ്റ് വൺ, ദ ആവറേജ് സാലറി ഓഫ് 50 men as rupees 80, but it was found that the salary of 2 of them were
rupees 46 and 28 which are wrongly taken as 64 and 82. So that means average, that means mean ആണ്. ആവറേജ് മീൻ എത്രയാണ് തന്നിരിക്കുന്നത്? ആവറേജ് മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ ആണ്. ദാറ്റ് ഇംപ്ലൈസ് 80 ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ 50 ആണ്. സോ ദാറ്റ് മീൻസ് ടോട്ടൽ സിഗ്മ എക്സ് ഐ എത്ര വരും? 80 into 50, that means 4000. Then ഇത് കറക്റ്റ് ചെയ്യാം. കറക്റ്റഡ് ആവറേജ് സാലറി കണ്ടുപിടിക്കാൻ പോവാണ്. സോ സിഗ്മ എക്സ് ഐ എന്താണ്? തെറ്റായിട്ടുള്ളപ്പോൾ 4000 ആണ്. തെറ്റായിട്ടുള്ളത് എടുത്തത് എന്താണ്? 64ഉം 82ഉം കുറച്ചിട്ട് കറക്റ്റായിട്ടുള്ളത് ആഡ് ചെയ്യുക. 46 + 28 ഡിവൈഡഡ് ബൈ 50. സോ എത്ര വരും? 4000 മൈനസ് 64 മൈനസ് 82 plus 46 plus 28 divided by 50, 30, 78.56. 78.56. No, average salary 80 പേരുടെ ആവറേജ് സാലറി 50 പേരുടെ ആവറേജ് സാലറി 80 ആണ് തന്നിരിക്കുന്നു. ബട്ട് അങ്ങനെ അവർ 80 എന്ന് കിട്ടാൻ കാരണം എന്താണ്? 46ഉം 28ഉം എടുക്കേണ്ടത് 64ഉം 82 ആയിട്ടാണ് എടുത്തത്. ദെൻ റോങ് ആയിട്ട് എടുത്തത് കുറച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആഡ് ചെയ്തിട്ട് എക്സാക്ട്ലി 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടോട്ടൽ സമ്മിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. അതിൽ നമുക്ക് എന്ത് കിട്ടി? ആൻസറിലേക്ക് വന്നു. ദെൻ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഈസ് ദ ഡാഷ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് ഇന്റർ ക്വാർട്ടൈൽ range ആണ്. That means quartile deviation equal to 1/2 into inter quartile range. So that means therefore inter quartile range equal to 2 into quartile deviation. Now 2 into quartile deviation means double of quartile deviation. That means 2 into quartile deviation means എന്താണ്? Double of quartile deviation. So quartile deviation is the half of interquartile range ആണ് quartile deviation വരുന്നത്. Half of interquartile range. Then next one. Sum of squares of deviation from mean of 10 observation is 250. Then mean of data is 10. Find the coefficient of variation. So coefficient of variation formula എന്താണ്? Standard deviation divided by mean into 100. So mean 10 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Standard deviation. So sum of squares of deviation from mean ആണ് തന്നിരിക്കുന്നത്. So root of sigma x minus x bar square divided by n. So that means root of 250 divided by 10. 25 into root 5 ആണ്. So 30. 5 divided by 10 into 100. That means 30. 1/2 into 100. That means 50% ആണ് എന്ത് വരുന്നത്? Coefficient of variation. Then next question. If A be the arithmetic mean of two positive unequal quantities x comma y be the quantities x and y and g be their gm, then നമുക്ക് നോക്കാം. രണ്ട് എക്സ് വൈ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട്. ജി ബി ദർ ജി എം. ദെൻ ഇത് നമ്മളുടെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉണ്ടോ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അൺഈക്വൽ. സോ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഏത് പ്രോപ്പർട്ടി പറയാം? എ എം. ദാറ്റ് മീൻസ് ഇവിടെ എ ഗ്രേറ്റർ ദാൻ ജി ഗ്രേറ്റർ ദാൻ എച്ച്. ഇവിടെ എ എം ജി എം എച്ച് എം ആണ്. നമ്മുടെ ചോയ്സിൽ ഏതാണുള്ളത്? എ ഗ്രേറ്റർ ദാൻ ജി അല്ലെങ്കിൽ എ എം ഗ്രേറ്റർ ദാൻ ജി എം എന്ന് പറയുന്ന ചോയ്സ് ബി ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. ഇപ്പോൾ പക്ക തിയറി നമ്മൾ പഠിച്ച ആ റിലേഷൻ എ എം ജി എം എച്ച് എം എന്നുള്ള റിലേഷൻ അറിയാമെങ്കിൽ നേരിട്ട് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ മീൻ 3.57 and mod 2.13. Find the value of median. So find the value of median. So നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ്
2 mean. So 2.13 equal to 3 into median, MEan into 2 into mean എത്രയാണ് 3.57. So that means നമുക്ക് മീഡിയൻ എങ്ങനെ എടുക്കാം, 2 into 3.57 കിട്ടുന്നത് നേരെ മൈനസ് ഈ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് നേരെ LHS കൊണ്ടുപോവുക, ദാറ്റ് മീൻസ് പ്ലസ് ആകും, പ്ലസ് 2.13 കിട്ടിയത് ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എത്ര കിട്ടും 3.09. നേരെ കാൽക്കുലേറ്റർ ചെയ്താണ്, സ്റ്റെപ്പ് എഴുതാതെ ഇങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ബിക്കോസ് സ്റ്റെപ്പ് എഴുതി ടൈം കളയരുത്. Then L1 is the highest observation, L2 is the smallest observation. Coefficient of range, range അല്ല ചോദിച്ചിരിക്കുന്നത്, coefficient of a range equal to എന്ത് വരാം, L1 minus L2 divided by L1 plus L2 into 100. റേഞ്ച് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്ത് മാത്രം വന്നേനെ, ന്യൂമറേറ്റർ മാത്രം വന്നേനെ. കോഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് ടോട്ടൽ L1 പ്ലസ് ലോവറും അപ്പറും തമ്മിലുള്ള സമ്മിനെ എന്താ ഡിനോമിനേറ്റർ വരും ഇൻറ്റു 100. ദെൻ ദ ഇക്വേഷൻ 5x plus 2y equal to 7. Mean deviation of y about mean is 5. Calculate the mean deviation of x about mean. So that means നമുക്ക് നോക്കാം, 5x plus 2y equal to 17. The mean deviation about y ആണെന്ന്, that means x equal ആയിട്ട് കൊണ്ടുവരണം നമുക്ക്. x equal to 17 minus 2y, that implies x is equal to 17 by 5 minus 2 by 5y. Then നോക്കാം mean deviation. The mean deviation is not affected due to change of origin but affected in the same ratio of change of scale. So that means mean deviation of x equal to formula എന്താണ്, modulus of 2 by 5 into mean deviation of y. So that means 2 by 5 into mean deviation of y. Question തന്നിട്ടുണ്ട് 5 ആണ്, 5 get cancel equal to 2. പക്കാ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടി. സോ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ unaffected due to change of origin but affected in the same ratio due to change of scale. Then the variance of x is 5. Find the variance of 2 minus 3x. നമുക്ക് എങ്ങനെ എഴുതാം, y equal to 2 minus 3x. Then standard deviation of y, വേരിയൻസ് ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആണ് നമുക്കുള്ളത്. സോ ഇവിടെ ഇങ്ങനെ എഴുതാം, മൈനസ് 3 modulus of into standard deviation of x, that means 3 into root 5. Then സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വേരിയൻസ് ഓഫ് y. എന്ത് ചെയ്യാം നമുക്ക് 3 root 5 the whole square, that means 9 into 5 equal to 45. 9 into 5 equal to 45. 9 into 5 is equal to 45. Okay. Then the harmonic mean. The harmonic mean HM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്തമെറ്റിക് അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ റെസിപ്രോക്കൽ, അത്തമെറ്റിക് മീൻ്റെ റെസിപ്രോക്കൽ n ഡിവൈഡഡ് ബൈ സിഗ്മ 1 by xi. സോ ദാറ്റ് മീൻസ് n ഡിവൈഡഡ് ബൈ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ റെസിപ്രോക്കൽ 1 1/2 1/3, അതിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും 1 plus 2 plus 3 plus etc. up to n. That means n divided by sum of first n natural numbers n into n plus 1 divided by 2. ഇവിടെ n get cancel, 2 മുകളിലേക്ക് പോകും, 2 divided by n plus 1. സോ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ റെസിപ്രോക്കലിൻ്റെ എമ്മിൻ്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് HM ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ. The mean weight of 15 students. The mean weight of 15 students is 110 kilogram. Then the mean weight of 5 of them is 100 kilograms and another 5 students is 125 kilogram. Then the mean weight of remaining students. So 15 student in the mean weight average 110 ആണ്. That means total എത്ര വരും 1650. Then mean weight of 5 students 100 and another 5 125. Then mean weight of remaining. So ആദ്യം 5 പേരുടെ എത്രയാണ്
100 ആണ്. 5 സ്റ്റുഡൻസിൻ്റെ 100 ആണ്. ദെയർഫോർ എത്ര കിട്ടും? അത് 500 കിട്ടും. ദെൻ റിമൈനിങ് ഒരു 5ൻ്റെ ആൻഡ് അനദർ 5 സ്റ്റുഡൻസിൻ്റെ 5 ഇൻറ്റു 125 എത്ര കിട്ടും? 625. സോ 1650 മൈനസ് 500 മൈനസ് 625. സോ ദാറ്റ് മീൻസ് മിച്ചം ഇനി എത്രയുണ്ട്? സോ 1650 മൈനസ് 500 മൈനസ് 625. then ഇനി എത്രയുണ്ട്? 525 ഉണ്ട് 5 പേരുടെയാണ് അല്ലേ. സോ അവരുടെ ആവറേജ് ആണ്. ദെൻ ദ മീൻ വെയിറ്റ്, മീൻ മീൻസ് ആവറേജ്. 5 പേരുടെ ടോട്ടൽ വെയിറ്റ്, റിമൈനിങ് 5 പേരുടെ ടോട്ടൽ വെയിറ്റ് 525 ആണ്. സോ മീൻ വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മീൻ 525 ഡിവൈഡഡ് ബൈ 5. So 3 divided by 5 is equal to 105. 105. Then next one. In a class of 11 students, 3 students were failed in a test. 8 students who passed are secured 10, 11, 20, 15, 12, 14, 26 and 24 marks respectively. What will be the median mark? നമുക്ക് ചോദിച്ചിരിക്കുന്ന മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് എക്സാക്ട്ലി മിഡിൽ വരുന്ന വാല്യൂ ആണ്. സോ 3 പേര് ഫെയിൽ ആകുന്നത്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി അതെന്തായിരിക്കും? ഏറ്റവും കുറവ് മാർക്കായിരിക്കും അല്ലേ. x1, x2, x3 ആകാം. ദെൻ അസെൻഡിങ് ഓർഡറിൽ എടുക്കുമ്പോഴത്തേക്കും എന്തൊക്കെ വരും? 10, 11, ദെൻ 12, 14 ഉണ്ട്, ദെൻ 15, then 20, then 24 അല്ലേ, then 26. അസെൻഡിങ് ഓർഡറിൽ എഴുതി 3 പേര് ഫെയിൽ ആണെന്നാണ് പറഞ്ഞത്. അവിടെ മാർക്ക് അറിയില്ല. ബട്ട് ഒബ്വിയസ്ലി ഫെയിൽ ആയതുകൊണ്ട് എന്തായിരിക്കും? ഈ പറയുന്നതിലും താഴെയായിരിക്കും ആദ്യമായിരിക്കും വരുന്നത്. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. സോ 11 ഒബ്സർവേഷൻ ആണ്. സോ ദാറ്റ് മീൻസ് n പ്ലസ് നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയതുകൊണ്ട് 11 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2th observation. That means 6th observation. ഏത് വരും? 1, 2, 3, 4, 5, 6. 6th observation എന്ത് വരും? 12 is the right answer. So 6th observation ready 12. 12 is the right answer. The next one. The variance of data 3, 4, 5, 8 is. സോ വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദെൻ അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ഓഫ് സിഗ്മ xi സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. നേരെ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് കണ്ടുപിടിക്കാം. 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2. സോ 12, 7, 12, 28 ഡിവൈഡഡ് ബൈ 4. 2 അല്ല 4, 4 ടൈം അല്ല. സോ എത്ര കിട്ടും? 7 plus 5, 12 plus 8, 20 divided by 4, 5. Then sigma xi square. So 3 square 9 plus 16 plus 25 plus 64. Okay. 9 plus 16 plus 25 plus 64. 114 കിട്ടും. Root of 114 divided by 4 minus 5 square. സോ നേരെ അറിയേണ്ട ഫോമുല ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോമുല ഡിസ്കസ് ചെയ്തുകൊണ്ട് കണ്ട ഉടനെ നമുക്ക് 4 ടേംസ് വന്നിരിക്കുന്നുണ്ട്. എക്സ് ബാർ, xi മൈനസ് എക്സ് അല്ലെങ്കിൽ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അങ്ങനെ എടുക്കാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫോമുല എടുത്തത്. സോ 114 ഡിവൈഡഡ് ബൈ 4 മൈനസ് 25 ദെൻ അതിൻ്റെ റൂട്ട്. ഇതാണ് ഇത് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് അങ്ങ് ഒഴിവാക്കാം. റൂട്ട് അങ്ങ് ഒഴിവാകും. 114 അല്ലെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. ഈ റൂട്ട് അങ്ങ് ഒഴിവാകും. സ്ക്വയർ എടുക്കുമ്പോൾ 114 ഡിവൈഡ് ബൈ 4 മൈനസ് 5 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3.5.
3.5. 3.5. Then next one. A lady travels at a speed of 20 km per hour and returns at a quicker speed. If the average speed of the whole journey is 24 km per hour, find the speed of return in kilometer. So നമുക്ക് ഹാർമോണിക് മീനിൻ്റെ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്ത് പറയാം, n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. സോ n എത്രയാണ് ഇവിടെ, ഹാർമോണിക് മീൻ എത്രയാണ് തന്നിട്ടുണ്ട്, 24. ആവറേജ് 24 ആണ്. ഡിസ്റ്റൻസ് സെയിം ആയിട്ട് ഇത് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ഹാർമോണിക് മീൻ ആണ് എടുക്കുന്നത്. 2 n അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഡിവൈഡ് ബൈ 1/20 പ്ലസ് 1/x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, 2 ഇപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 20 ഡിവൈഡഡ് ബൈ 20x. നേരെ എന്ത് ചെയ്യുക, 12 ഈക്വൽ ടു 20x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 20. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x പ്ലസ് 240 ഈക്വൽ ടു 20x. ദാറ്റ് മീൻസ് 8x ഈക്വൽ ടു 240. ദാറ്റ് ഇംപ്ലൈസ് x is equal to 240 divided by 8, 30 km per hour. 30 km per hour. സെയിം ഡിസ്റ്റൻസിൽ രണ്ട് സ്പീഡ് എടുക്കുന്ന നമ്മൾ ഹാർമോണിക് മീനിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. n ഡിവൈഡഡ് ബൈ സിഗ്മ 1/x. Then let the mean of variable x be 50, then the mean of u. So u is equal to എന്ത് തന്നിരിക്കുന്നു, u is equal to 10 plus 5x. then mean of mean എന്താണ്, mean affected due to change of origin and due to change of scale. mean. so mean of അല്ലെങ്കിൽ u bar, ഓക്കെ ഇങ്ങനെ എഴുതാം, മീൻ ഓഫ് യു അല്ലെങ്കിൽ യു ബാർ ഈക്വൽ ടു 10 പ്ലസ് 5 ഇൻറ്റു എക്സ് ബാർ. സോ എത്ര കിട്ടും, 10 പ്ലസ് 5 ഇൻറ്റു എക്സ് ബാർ 50 ആണ്. 250 പ്ലസ് 10 260. 260. Then next one, given observation 4, 9, 11, 14, 37, mean deviation about median is. Mean deviation about median. So ഇത് ascending order തന്നെയാണ് വന്നിരിക്കുന്നത്. 1, 2, 3, 4, 5. 4 ഒക്കെ സോറി 4, 9, 11, 14, then 37. സോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്, മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ എത്രയാണ്, 11 ആണ്. എക്സ് 4, 9, 11, 14, 37 അല്ലേ. സോ എക്സ് മൈനസ് 11 കണ്ടുപിടിക്കണം. അബ്സല്യൂട്ട് വാല്യൂ ആണ് 7, then 2, 0, 3, 26. സോ സിഗ്മ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, സിഗ്മ ആഡ് ചെയ്യുമ്പോൾ 9, 12, 38. then mean deviation is equal to എന്താണ്, സിഗ്മ xi മൈനസ് മീൻ ഡിവൈഡഡ് ബൈ n. സോ ദാറ്റ് മീൻസ് ഇത് 38 കിട്ടി, n എത്രയാണ്, 5 ആണ്. 38 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 7.6. പക്ക ഫോർമുല അറിയുക. എന്താണ്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. തന്നിരിക്കുന്ന ഒബ്സർവേഷനിലെ മീൻ കണ്ടുപിടിച്ചു. ഓരോന്നിൻ്റെയും എന്താണ്, ആബ്സല്യൂട്ട് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെന്ത്, മീൻ ഡീവിയേഷൻ. പക്ക ഫോർമുല അറിയാമെങ്കിൽ നേരെ ആൻസർ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ മീഡിയൻ മോഡ്. ഓക്കെ, മീൻ മീഡിയൻ മോഡ് ഈസ് difference between mean and mode is 63. then the difference between mean and median. Difference between mean and mode. So നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം, മോഡ് മൈനസ് മീൻ ഈക്വൽ ടു 3 ഇൻറ്റു
മീഡിയൻ മൈനസ് മീൻ. എത്രയാണെന്ന് പറഞ്ഞാൽ 63 ഈക്വൽ ടു 3 ഇൻറ്റു mean and median, the difference between median minus mean. So that means difference between median minus mean equal to 63 divided by 3 equal to 21. 63 divided by 3 is equal to 21. Then if the arithmetic between two numbers is 64 and geometric mean between them is 16, then harmonic mean. നമുക്ക് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻ അറിയാം. AM into HM equal to GM square ആണ്. AM തന്നിട്ടുണ്ട് 64, HM ആണ് കണ്ടുപിടിക്കേണ്ടത്. GM എത്രയാണ്? 16 ആണ് അല്ലേ? 16 സ്ക്വയർ. So HM എന്ത് കിട്ടും? 16 square divided by 64, 34. HM is equal to 4. HM is equal to 4. Okay, then next one. If all the observations of a distribution are increased by 6, then the variance of the series will be dash. So standard deviation അല്ലെങ്കിൽ variation is independent of change of origin. So standard deviation അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, variance is independent of change of അല്ലെങ്കിൽ not unaffected due to change of origin. So that means ഇവിടെ എന്താണ് 6 കൂടുക means increased by 6 means origin ആണ് ചേഞ്ച് ചെയ്തത്. That means നമുക്ക് എന്ത് പറയാം, unchanged. like independent means unaffected അല്ലെങ്കിൽ unchanged എന്നുള്ള ആൻസർ എടുക്കാം. unchanged അല്ലെങ്കിൽ unaffected, unchanged. Okay, then next one. The average of 5 quantities is 6 and average of 3 is 8, then the average of remaining. 5 എണ്ണത്തിൻ്റെ ആവറേജ് 5 into 6 ടോട്ടൽ 30 ആണ്. ഇത് നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ആവറേജ് ഓഫ് 3 മൂന്നെണ്ണത്തിൻ്റെ 8 ആണെങ്കിൽ 24 വരും. ദെൻ മിച്ചം 6 ആണുള്ളത്, 6. സോ രണ്ടെണ്ണത്തിൻ്റെ ആവറേജ്. ദെൻ റിമൈനിങ് 2 ആണ്. 6 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 3. 6 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3. The standard deviation of weights in kilogram of students of a class of 50 students was calculated as 4.5. Later on it was found that due to some fault in weighing machine, the weight of each student was under measured by 0.5 kg. Then the correct standard deviation. So ഇവിടെ എന്താണ്, ചേഞ്ച് ഓഫ് ഒറിജിൻ ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് unaffected അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് unaffected due to change of origin. Therefore എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. ലെസ് ദാൻ 4.5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4.5 എന്നുള്ളത് തന്നെയാണ് ആൻസർ. ദാറ്റ് മീൻസ് ഒരു ചേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഉണ്ടാകില്ല. ഈക്വൽ ടു 4.5. ഈക്വൽ ടു 4.5. Then next one. For a normal distribution, relation between quartile deviation, standard deviation. So നമുക്ക് രണ്ട് റിലേഷൻ ആണ്. നമുക്ക് quartile deviation is to mean deviation is to standard deviation equal to 10 is to 12 is to 15, അല്ലെങ്കിൽ 5 mean deviation is equal to 4 standard deviation equal to 6 quartile deviation. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ രണ്ട് റിലേഷൻ ആണുള്ളത്. നമുക്കിവിടെ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ നോക്കിയാൽ നമുക്കിങ്ങനെ എടുക്കാം. 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ. therefore നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇംപ്ലൈസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 4/6 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
So 4 by 6 standard deviation of 4 by 6 എന്ന് പറഞ്ഞാൽ obviously എന്തായിരിക്കും quartile deviation is less than standard deviation ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെക്കാട്ടിലും 4 by 6 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്നിനെക്കാട്ടിലും കുറവ് വാല്യൂ കൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടുന്നത്. therefore നമുക്ക് എന്ത് പറയാം? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. The median of the following numbers given in ascending order is 25. Find the value of x. So എത്രയൊക്കെയാണ്? 11, 13, 15, 19, then x plus 2, x plus 4, 30, 35, 39, 46. So median. So times on 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So even number ആണ് വന്നത്. median means എന്ത് വരും? 5th term plus 6th term divided by 2 അല്ലെങ്കിൽ 5.5 5th term എന്ന രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ 5.5 5th term എന്ന രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ 1/2 ഇൻറ്റു ഇവിടെ 10 ആയതുകൊണ്ട് fifth term 1, 2, 3, 4, 5 fifth term n/2th term, that means x plus 2 plus x plus 4 equal to 25. So that means 1/2 into 2x plus 6 equal to 25. അല്ലെങ്കിൽ x plus 2 into 0.5 into x plus 4 minus x plus 2 എന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ. ഓക്കെ, എന്ത് കിട്ടും ആൻസർ? 1/2 into x plus 2x plus 6 equal to 50. That implies 2x equal to 44. That implies x is equal to 22. X is equal to 22. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് ചെയ്ത പോലെ 2.5th ടൈം എടുത്താലും എക്സാക്ട്ലി ഒറ്റയടിക്ക് 22 എന്ന് കിട്ടും. രണ്ടും ആ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് 10 അതായത് 10 + 1 11 ഡിവൈഡ് ബൈ 2 5.5 ഫിഫ്ത്ത് ടേം എന്ന് കിട്ടും. 11/2 നോക്കിയാൽ അറിയാം. ഫിഫ്ത്ത് ടേം എക്സ് പ്ലസ് 2 ആണ്. 10 + 0.5 ഇൻറ്റു എക്സ് പ്ലസ് 4 മൈനസ് എക്സ് മൈനസ് 2 ബിക്കോസ് മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ് പ്ലസ് 2 ആണ് വരുന്നത്. ഈക്വൽ ടു 25 കിട്ടും. എക്സ് പ്ലസ് 2 then 0.5 ഇൻറ്റു എക്സ് എക്സ് ഗെറ്റ് ക്യാൻസൽ 4 - 2 2 കിട്ടും. ഈക്വൽ ടു 25. That means x plus 2 plus 1 equal to 25. ഈ 3 2 + 1 3 അപ്പുറം പോകുമ്പോൾ -3 ആകും. x equal to 22. അങ്ങനെയും ആൻസറിലേക്ക് എത്താം. ഓക്കെ, രണ്ട് മെത്തേഡും നമുക്ക് സെയിം ആൻസർ തരും. ഏതാണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത് യൂസ് ചെയ്യുക. Then next one, the average age of a group of 10 students is 20 years. 10 students in average age 20 years. That means total എത്ര വരും? 200. If the average age is increased by 2 years when 2 new students join the group, what is the average age of 2 new students join the group? Okay, so that means 2 പേരുടെ കൂടുമ്പോൾ average 2 പേരുടെ കൂടുമ്പോൾ average average increased by 2, average of 10 plus 2, that means 12 students equal to 22. Therefore sum എത്ര വരും? total 12 into 22, that means 264. then നോക്കാം 264 minus 200, that means 64 ആണ്. sum of 2 new students. So therefore our average equal to 64 divided by 2 freedom 32 years. 32 years.
Then next one, the standard deviation of first n natural numbers is 2, then the value of n. So നമുക്കൊരു ഷോർട്ട്കട്ട് ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് n first n natural numbers equal to root of n square minus 1 divided by 12 ആണ്. ഇത് നമ്മുടെ ഷോർട്ട്കട്ട് ഫോർമുലയാണ്. n square minus 1 divided by 12 standard deviation of n natural numbers. First n natural numbers അല്ലെങ്കിൽ n natural numbers, n square minus 1 divided by 12 equal to 2 ആണ്. Therefore രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ n square minus 1 divided by 12 equal to 4. That implies n square minus 1 equal to 48. N square equal to 49. That implies n is equal to root of 49. That means 7. There. Next one. Next question. The geometric mean of observations 40, 50, x and 10 is the value of x is x എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ജി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ടേം ഉണ്ടോ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ അത്രാമത്തെ റൂട്ട് അല്ലേ? So 40 into 50 into x, the whole raised to 1 by 3 equal to 10. That means 40 into 50 into x equal to നമുക്ക് ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 10 raised to 3. That means x is equal to 1000 divided by 40 into 50. So 1000 divided by 2000, that means 1 by 2. 1 divided by 2. 1 divided by 2. 1 divided by 2. 1 divided by 2. Then next question. The mean of first 3 terms is 14 and mean of next 2 terms is 18. Then the mean of all 5 terms. Okay. So നമുക്ക് combined mean അല്ലെങ്കിൽ combined average പോലെ വരും. So first termന്റെ first 3 termsന്റെ mean എത്രയാണ്? 14 ആണ്. So 3 into 14 plus, then next 2 terms 2 into 18 divided by 3 plus 2. n1 into n1 x1 bar plus n2 x2 bar divided by n1 plus n2 എന്ന് പറയുന്ന property. So 3 into 14 equal to 42 plus 2 into 18, 36 divided by 5. That means 78 divided by 5 equal 15.6. 15.6. Then next one. The standard deviation is independent of change of scale ആണോ origin ആണോ both origin and scale ആണോ none of these ആണോ? Standard deviation is independent of change of origin only. Scale ചെയ്യുന്നതിനനുസരിച്ച് സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് വരും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഏതാണ് റിലേഷൻ നോക്കാം. So quartile deviation is to mean deviation is to standard deviation equal 10 is to 12 is to 15. So that means നമുക്ക് എന്ത് പറയാം? Standard deviation ആണ് ഏറ്റവും greater, then mean deviation, then quartile deviation. വാല്യൂസിൻ്റെ റേഷ്യോ ആണ്. ഏറ്റവും വലുത് 15 ആണ്. അത് എന്തിനെ കറസ്പോണ്ടിങ് ആണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കറസ്പോണ്ടിങ് ആണ്. ദെൻ മീൻ ഡീവിയേഷൻ, ദെൻ ഓൺലി ക്വാർട്ടൈൽ ഡീവിയേഷൻ. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഇങ്ങനെ പറയണമെങ്കിൽ ഒറിജിനലി എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്രേറ്റർ ദാൻ മീൻ ഡീവിയേഷൻ ഗ്രേറ്റർ ദാൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഈസ് sigma, then the standard deviation of ax plus b, where a and b are abc. ഇവിടെ ax plus b divided by c എന്ന് കൂടെ ഉണ്ടാവും.
A, B, C are arbitrary constants. Standard deviation y equal to b plus ax divided by c. That means b by c plus a by c x. Then standard deviation of y, no, unaffected due to change of origin, then affected in the same portion ratio. That means modulus of a by c into standard deviation of x. Then a by c into sigma, modulus of a by c into sigma. Choice D. Choice D is the right answer. Choice D is the right answer. Okay, then next one. The mean salary of a group of 50 persons is 5,850. Later on, it is discovered that the salary of one employee has wrongly taken as 8,000 instead of 7,800. Then corrected mean salary is. So, നോക്കാം 50 പേഴ്സൺസിൻ്റെ എങ്ങനെ എടുത്തു 50 into 5,850. So, 5,850 into 5,850 എത്രയാണ് 2,92,500 കിട്ടി. സോ ഇങ്ങനെ കിട്ടിയത് എപ്പോഴാണ് ഒരു എംപ്ലോയിയുടെ റോങ്ലി ടേക്കൺ ആസ് 8,000. സോ കറക്റ്റ് ചെയ്യാനായിട്ട് 2,92,500 തെറ്റായിട്ടുള്ള 8,000 കുറയ്ക്കുക. ദെൻ കറക്റ്റ് ആയിട്ടുള്ള 7,800 ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ 50. സോ ദാറ്റ് മീൻസ് 2,92,500 നിന്ന് എത്രയാണ് ഒരു 2,000 കുറയും, അല്ല 200 കുറയും ഡിവൈഡഡ് ബൈ 50 30 5,846 5,846 5,846. Then next one. Which of the following measure of dispersion is used for calculating consistency between two series? Consistency between two series. നമ്മൾ പറഞ്ഞായിരുന്നു coefficient of variation is used for calculating consistency between coefficient of variation. നമ്മുടെ അടുത്ത് തിയറിയിൽ പറഞ്ഞാണ് coefficient of variation is used for calculating consistency between two series. If mod of a data, next one, mod of a data is 18 and mean is 24, then median. Okay, the formula use here, mod is equal to 3 median minus 2 mean. So 18 equal to 3 median minus 2 into 24. That means 3 median equal to 18 plus 48. That means 66. That implies median equal to 66 divided by 3. 22. 66 divided by 3 is equal to 22. The point of intersection of less than and more than ogives correspond to എന്താണ് കിട്ടുന്നത് median. സോ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത് മോഡിന് വേണ്ടിയിട്ടാണ്. സോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ക്യുമുലേറ്റീവ് ഒജീവ് ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഒജീവ്സിൻ്റെ ഇന്റർസെക്ഷൻ കിട്ടുന്നത് എന്താണ് മീഡിയൻ ആണ്. മീഡിയൻ ഓക്കെ. A man travels from Agra to Gwalior at an average speed of 30 km per hour and back at an average speed of 60 km per hour. What is the average speed? So, okay, average speed കണ്ടുപിടിക്കാനായിട്ട്
ഹാർമോണിക് മീൻ സെയിം ഡിസ്റ്റൻസ് ആണ്, രണ്ട് സ്പീഡ് ആൻഡ് ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആവറേജ് സ്പീഡ് ഹാർമോണിക് മീന് ആവറേജ് സ്പീഡ്. സോ എന്ത് ചെയ്യാം, 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ആവറേജ് സ്പീഡ് 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. 2 ഇൻറ്റു സ്പീഡ് എത്രയാണ് 30 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 60. So 2 into 30 into 60 divided by 90. That means 3 കിട്ടും. 120 divided by 3. That means 40 kilometer per hour. 40 kilometers per hour. 40 kilometer per hour. Then next one, the sum of squares of value is 3319, n equal to 30, standard deviation is 7, find the mean. So standard deviation ഏത് ഫോമിൽ യൂസ് ചെയ്യാം, root of sigma xi square divided by n minus x bar square. അത് എത്രയാണ് തന്നിരിക്കുന്നു, 7 ആണ് തന്നിരിക്കുന്നു. So that implies the root of 3390 divided by 30 minus x bar square equal to 7. So 3390 divided by 30 equal to root of 113 minus x bar square equal to 7. അപ്പോൾ നമുക്ക് x bar square കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും, 113 minus x bar square equal to 49. So x bar square equal to 113 plus 49, 162. 162. 113 minus 49. 113 minus 49 equal to 64 കിട്ടും. Therefore x bar equal to root of 64, that means 8. The root of 64 is equal to 8. The root of 64 is equal to 8. Then next question. If the mean of a frequency distribution is 100 and coefficient of variation is 45%, then standard deviation. So coefficient of variation formula എന്താണ്, coefficient of variation formula standard deviation divided by arithmetic mean into 100 . So coefficient of variation എത്രയാണ് 45%. That means 45. Linear distribution mean standard deviation divided by 100 into 100. So that means എത്ര പറയാം നമുക്ക്, standard deviation എത്ര തന്നെയാണ് 45. ഈ 100 get cancel. Standard deviation is equal to 45. Standard deviation is equal to 45. Standard deviation is equal to 45. Okay. Which of the following measure of central tendency cannot be calculated graphically? Cannot be calculated graphically. So നോക്കിയാൽ അറിയാം, മോഡ്, മീഡിയൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ ഇതിൽ വന്നു കഴിഞ്ഞാൽ മീൻ ആണ് നമുക്ക് മാത്തമാറ്റിക്കൽ ആവറേജ് വരുന്നത്. സോ ബാക്കി നമുക്ക് എന്താണ്, മീൻ ഒരിക്കലും എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫിക്കലി അല്ല, മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് മീൻ വരുന്നത്. മോഡ്, മീഡിയനും ക്വാർട്ടൈൽ ഡീവിയേഷനും എല്ലാം നമുക്ക് എന്താണ്, ഗ്രാഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ക്വാർട്ടൈൽ എല്ലാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ല, ക്വാർട്ടൈൽ. Then next one, the geometric mean of 8, 4, 2. 8, 4, 2 geometric mean. So geometric mean formula എന്താണ്, തന്നിരിക്കുന്ന ടേംസിന്റെ പ്രോഡക്റ്റ് അതിന്റെ. So 8 into 4 32 into 2 64 raised to 1/3. നമുക്കറിയാം 4 into 4 into 4 ആണ്. That means 64 means 4 cube ആണ്, raised to 1/3. Therefore indices in the property 3 get cancelled 4.
equal to 4. The average age of 15 students of a class is 15 years. Out of them, the average age of 5 students is 14 years and that of other 9 students is 16 years. Then the age of the 15th student is, okay, 15 students in the average age ആണ് 15 ആണ്. Therefore total എത്ര വരും? 225 വരും. Then ഇതിൽ തന്നെ then out of them average of 5 students is 14. 5 പേരുടെ 14 ആണ്. That means എത്ര വരും? 70. Then remaining 9 പേരുടേത് 16 ആണ്. That means 9 into 16 144 വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 70 plus 144 214 ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് എത്രയാണ്? 14 പേരുടെ കിട്ടി, 214 ടോട്ടൽ. സോ ഒരാളുടെ കണ്ടുപിടിക്കണമെങ്കിൽ 15 15th പേഴ്സൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 225 മൈനസ് 214 കിട്ടും 11 years. 11 years. Find at what variance given at the arithmetic mean 8 plus 4 divided by 2. So AM equal to 8 plus 4 divided by 2. So ഇവിടെ largest 8 ആയിട്ട് എടുക്കാം, smallest 4 ആയിട്ട് എടുക്കാം. റേഞ്ച് ഈക്വൽ ടു നമുക്ക് എന്താണ്? 8 minus 4 equal to 4. Then standard deviation is equal to നമുക്ക് എന്തെടുക്കാം? Range divided by 2. That means 4 divided by 2 is equal to 2. So variance ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 കിട്ടിയാൽ വേരിയൻസ് എത്ര കിട്ടും? 4. വേരിയൻസ് 2 സ്ക്വയർ ആണ് 4. നെക്സ്റ്റ് വൺ. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. സോ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് മീൻ ഈക്വൽ ടു മോഡ് ഈക്വൽ ടു മീഡിയൻ ആണ്. ദെർഫോർ ആൻസർ എന്താണ്? ഈക്വൽ. മീനും മീഡിയനും മോഡും എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വൽ ആണ്. നമ്മൾ നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. Then coefficient of mean deviation about mean for the first 9 natural numbers. So coefficient of mean deviation about mean. Coefficient of mean deviation about mean for the first 9 natural numbers. So mean deviation കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ്. ദർ ഡിവൈഡ് ബൈ എൻ. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ എക്സ് നമുക്ക് 1 2 3 4 5 6 7 8 9 എന്ന് എടുക്കാം. ദെൻ എക്സ് ബാർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് 9 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. 9 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 എക്സ് ബാർ ഇൻറ്റു n കൂടെ വരും അല്ലേ. സോ ഇൻറ്റു 9 ദാറ്റ് മീൻസ് എത്രയാണ്? 5 ആണ്. എക്സ് ബാർ സം ആണ്. n ഇൻറ്റു n പ്ലസ് 2 n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 എക്സ് ബാർ ആകുമ്പോഴത്തേക്കും 5 വരും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എന്ത് വേണം? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. ദാറ്റ് മീൻസ് 1 മൈനസ് 5ൻ്റെ മോഡുലസ് വരുമ്പോൾ 4 3 2 1 0 1 2 3 4.
So that means ഇതിൻ്റെ സം അല്ലേ സിഗ്മ മീൻ ഡീവിയേഷൻ is equal to sigma modulus of x minus x bar divided by n. So sum എടുക്കുമ്പോൾ 7 plus 9 plus 1 10 10 plus 10 20. That means 20 divided by 9. Mean deviation 20 divided by 9 ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് coefficient of mean deviation. So mean deviation കിട്ടി. Coefficient of mean deviation formula എന്താണ് mean deviation divided by mean into 100. So that means 20 divided by 9 into 5 into 100. So 400 divided by 9. Simplify ചെയ്യേണ്ട ചോയ്സിൽ അതേപോലെ തന്നെയാണ്. അപ്പോൾ പക്ക ഫോർമുല കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എക്സ് മൈനസ് എക്സ് ബാർ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ ആണ് മീൻ ഡീവിയേഷൻ. ദെൻ coefficient of mean deviation means mean deviation divided by mean into 100. Then 44th, the pair of averages whose value can be determined graphically. Mode, median, mean, mode, mean, median, none of this. So നമുക്ക് എന്താണ് മീൻ ഉള്ളതൊന്നും തന്നെ ഗ്രാഫിക്കലി പറ്റില്ല. therefore നമുക്ക് എന്താണ് മോഡും മീഡിയനും ഗ്രാഫിക്കലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മോഡ് ആൻഡ് മീഡിയൻ. If mean is equal to 5, standard deviation is equal to 2.6, median equal to 5 and quartile deviation equal to 1.5, then the coefficient of quartile deviation. So coefficient of quartile deviation എന്താണ് coefficient of quartile deviation നമുക്ക് എങ്ങനെ എഴുതാം q3 minus q1 divided by 2 divided by q3 plus q1 divided by 2 into 100. So q3 minus q2 divided by 2 എന്ന് പറയുന്നത് എന്ത് quartile deviation divided by q3 plus q1 divided by 2 എന്ന് പറയുന്നത് എന്താണ് median into 100. So standard deviation 2.6, mean, median 5, quartile deviation 1.5. So 1.5 divided by 1.5 divided by median എത്രയാണ് 5 into 100. So 1.5 divided by 5 into 100, 30. Next one. What will be the probable mean deviation when Q3 40 and Q1 15? Probable mean deviation. Quartile Q3 Q1 എന്ന് തന്നിട്ടുണ്ട്. So quartile deviation കണ്ടുപിടിക്കാം. Q3 minus Q1 divided by 2. 40 minus 15 divided by 2. So no 35 divided by 2. 25 divided by 2. 12.5. Then പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എന്താണ് മീൻ ഡീവിയേഷനും എന്താണ് പ്രോബബിൾ വാല്യൂ ഓഫ് മീൻ ഡീവിയേഷൻ. സോ 5 mean deviation is equal to 6 quartile deviation ആണ്. That implies mean deviation is equal to 6 by 5 quartile deviation. So that means നമുക്ക് ഇങ്ങനെ എഴുതാം 6 by 5 into 12.5. 12.5 into 6 divided by 5. Ready? 15. Which of the following statement is true? Median is based on all observations. The mode is mid value.
The median is the second quartile. The mode is the fifth decile. Median is based on all observations. Mode is the mid value. Then median is the second quartile. Median is the second quartile. Okay. So second quartile exactly middle varum. Adananda median. Median endalla exactly middle term aanu varunathu. Median is the second quartile. The mean of the following data is 6. Find the value of P. So X 2, 4, 6, 10, P plus 5. Frequency 3, 2, 3, 1, 2. So mean ആണ് frequency distribution mean X bar equal to എന്ത് വരും sigma xi fi divided by sigma fi. So fi എത്ര വരും 3, 5, 8, 9, 11. Then xi fi 6, 8, 18, 10, 2p plus 10. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2p ഉണ്ട് പ്ലസ് 6 plus 8 14, 14 plus 10 24 plus 8 32 plus 20 52. So that means 2p divided by 52 divided by 11 equal to 6. That means 2p plus 52 equal to 66. That implies 2p equal to 14. That implies P equal to 7. P is equal to 7. P is equal to 7. Then the formula for range of middle 50% item of series. So ഇതെല്ലാം Q1 divided by Q2. So quartile deviation ആണത് പറയുന്നത്. Range of 50% item of the series. Middle 50%. That means middle 50% item of the series. Range എന്ന് പറയുമ്പോഴത്തേക്കും Q3 minus Q1 divided by 2. So എന്ത് കിട്ടും quartile deviation കിട്ടും. Then quartile deviation. Then last question. The third decile of the numbers 15, 10, 20, 25, 18, 11, 9, then 12. നമുക്ക് എന്ത് ചെയ്യാം അസെൻഡിങ് ഓർഡറിൽ എഴുതാം 9, then 10, 11, 12, 15, 18, 20, 25. തേർഡ് decile നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം D3 is equal to 3 into n എത്രയാണെന്ന് നോക്കിയേ അല്ലെ നമുക്ക് ഫോർമുല എന്താണ് D3 is equal to 3 into n plus 1 divided by 10th ടേം ആണ് അല്ലേ. സോ ഇവിടെ നോക്കാം 1, 2, 3, 4, 5, 6, 7, 8. സോ 8 plus 1 divided by 10th term അല്ലെങ്കിൽ observation. 3 into 9 divided by 10th term. So 3 into 9, 27 divided by 10. 2.7th term. 2.7th term. So second term എത്രയാണ് 10 ആണ്. Second term equal to 10 ആണ്. So 10 plus 0.7 into സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് 11 minus 10. That means 10 plus 0.7 into 1. 0.7 into 1 എത്ര കിട്ടും 10.70. 10.70. 10.70. 10.70. Okay. So എത്രയാണ് നമ്മുടെ
സോ മേജർലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, ആ ഫോർമുല പ്ലസ് പ്രോപ്പർട്ടി. ആ ഫോർമുലയും പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, തിയറി ക്വസ്റ്റനോ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യേണ്ട ക്വസ്റ്റൻ ആണെങ്കിലും എല്ലാം നമുക്ക് ആൻസറിലേക്ക് ഒറ്റയടിക്ക് വരാൻ പറ്റും. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീനിൽ തന്നെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ദെൻ മീഡിയൻ ആൻഡ് മോഡ്, mathematical average, positional average. So measures of central tendency affected due to change of origin and scale. Then measures of dispersion like വരുമ്പോഴത്തേക്കും measures അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്, measures of dispersion not affected due to change of origin but affected in the same ratio change of scale. Then ഓരോന്നിൻ്റെയും ഫോർമുല, പ്രോപ്പർട്ടീസ്, ഓപ്പണൻ്റ് ഏതാണ്, ദെൻ ഗ്രാഫിക്കലി ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള തിയറി പക്കായിട്ട് അത് നന്നായിട്ട് കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോടെ പഠിച്ച് മെമ്മറൈസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ടൈം ലിമിറ്റിൽ നമുക്കൊരു 30 സെക്കൻഡ്സിൽ താഴേക്ക് തന്നെ. ജനറലി സ്റ്റാറ്റിന് കൂടുതൽ പറയുന്ന പ്രോപ്പർട്ടീസിൽ അത്രത്തോളം ഗ്രിപ്പുണ്ടോ അത്രത്തോളം പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും നമുക്ക് എക്സാമിന്. സോ ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.